അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് നോക്കുന്നത് നമുക്കറിയാം നമ്മുടെ സൈക്കോളജി നമുക്ക് 20 മാർക്കിനുള്ളതല്ലേ. ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ അതിൽ ഒന്നുകൂടി ഒന്ന് റീകളക്ട് ചെയ്യുക എന്ന രീതിയിലൊരു റിവിഷൻ പോലെയാണ് ഇത് നമ്മൾ നോക്കുന്നത്. ഓക്കെ, നമുക്കറിയാം നമുക്ക് സെമസ്റ്റർ 1 സെമസ്റ്റർ 2 ആയിട്ട് നമുക്ക് പഠിക്കാനായിട്ടുള്ള നമ്മുടെ സിലബസ് പ്രകാരം 2 ടെക്സ്റ്റ് ബുക്കുകളുണ്ട് അല്ലേ. നമ്മുടെ DLEDൻ്റെ S1 S2 പിന്നെ കുറച്ച് എന്താ പറയുന്നത് മെയിനായിട്ടുള്ള കുറച്ച് കോൺസെപ്റ്റും കാര്യങ്ങളും തിയറീസും എല്ലാമാണ് വേറെ കിടക്കുക. നമ്മുടെ KCF NCF അതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് സൈക്കോളജിക്ക് അത് വേറെ ഉള്ളത്. പിന്നെ ആഡ് ഓൺ ആയിട്ടുള്ള സിലബസിലുള്ളതാണ് ICT, നമ്മൾ അതെല്ലാം കഴിഞ്ഞതാണ്. സോ സൈക്കോളജിക്കാണ് നമ്മുടെ സബ്ജക്റ്റ് വൈസ് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഒരു മാർക്ക് നമുക്ക് തരുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് നമ്മൾ നോക്കണം. 20-ലൊരു 17-18 വരെ നിങ്ങൾ പിടിക്കുവാനായിട്ട് നോക്കണം. പിന്നെ കട്ട് ഓഫിലേക്കുള്ള ദൂരം വളരെ അടുത്ത് തന്നെയായിരിക്കും. അതുകൊണ്ട് മെയിനായിട്ട് തന്നെ നമ്മൾ എടുത്ത് പഠിച്ചുകൊണ്ട് തുടക്കം തൊട്ട് നമ്മൾ ഫോക്കസ് കൊടുത്തൊരു സബ്ജക്റ്റാണ് നമ്മുടെ സൈക്കോളജി. പരീക്ഷയുടെ അവസാന നിമിഷം ഈ സൈക്കോളജി റിവൈസ് ചെയ്യുമ്പോൾ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി ഓർത്തെടുക്കുക എന്നൊരു ലക്ഷ്യമായിരിക്കണം നമുക്കുണ്ടായിരിക്കേണ്ടത്. ഓക്കെ, നമ്മൾ ആദ്യം തന്നെ കാണുന്നത് നമുക്കറിയാം നമ്മുടെ വിദ്യാഭ്യാസ മനഃശാസ്ത്രം എന്താണെന്ന് അല്ലേ. നമുക്കറിയാം നമ്മുടെ കുട്ടികളെ നമ്മൾ പഠിപ്പിക്കുന്ന അധ്യാപകരായതുകൊണ്ട് തന്നെ നമ്മൾ വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം നമുക്കറിയാം വിദ്യാഭ്യാസ മനഃശാസ്ത്രം ഒരു പ്രയുക്ത മനഃശാസ്ത്ര ശാഖയാണ്. ഒരുപാട് മനഃശാസ്ത്ര ശാഖകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടൊരു മനഃശാസ്ത്ര ശാഖയാണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രം. കുട്ടികളെ എങ്ങനെ കൈകാര്യം ചെയ്യണം, അതിൽ പഠിതാവിനുള്ള പങ്കെന്താണ്, അധ്യാപകൻ്റെ റോൾ എന്താണ്, അധ്യാപകനും കുട്ടിയും തമ്മിലുള്ള ബന്ധം എന്തായിരിക്കണം, ഒരു കുട്ടിക്കൊരു പ്രശ്നം വന്നാൽ അവനെ എങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെ അവനോട് സമാധാനപരമായി നമ്മൾ നേരിടണം, ഇങ്ങനെ മനുഷ്യ മനസ്സിൻ്റെ സൈക്കോളജി അറിഞ്ഞുകൊണ്ട് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു വിഷയമാണ് നമ്മുടെ എന്താ പറയുന്നത് വിദ്യാഭ്യാസ മനഃശാസ്ത്രം എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് ആദ്യമേ കാണാനായിട്ടുള്ള നമ്മുടെ പഠന സിദ്ധാന്തങ്ങളാണ്. അത് നമുക്ക് വിവിധങ്ങളായിട്ടുള്ള കാഴ്ചപ്പാട് നമുക്കുണ്ടായിരുന്നു. വ്യവഹാരവാദം, സമഗ്രതാവാദം, സാമൂഹ്യ ജ്ഞാനനിർമ്മിതിവാദം, പിന്നെ സാമൂഹ്യ ജ്ഞാനനിർമ്മിതിവാദം, ഇങ്ങനെ പല രീതിയിലുള്ള പഠനങ്ങൾ നമ്മൾ കണ്ടിരുന്നതാണ് അല്ലേ. അതിലൊക്കെ നമ്മൾ കണ്ടിരുന്നത് എന്തായിരുന്നു, കുട്ടികളെ നമ്മൾ അധ്യാപകരെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്ത് മുമ്പോട്ട് പോകണമെന്നായിരുന്നു നമ്മൾ കണ്ടിരുന്നത് അല്ലേ. സൈക്കോളജിക്കകത്ത് ആദ്യമേ തന്നെ വരുന്ന നമ്മുടെ ബിഹേവിയറിസം അല്ലെങ്കിൽ നമ്മുടെ വ്യവഹാരവാദം, അതിൻ്റെ മറ്റൊരു പേരാണ് ചേഷ്ടാവാദം കേട്ടോ. ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന മറ്റൊരു പേരാണ് ചേഷ്ടാവാദം. ആ ഒരു കാര്യങ്ങളോട് ഓർത്തിരിക്കണം. അതായത് ബിഹേവിയറിസം, വ്യവഹാര മനഃശാസ്ത്രം, ചേഷ്ടാവാദം ഇതെല്ലാം ഒന്ന് തന്നെയാണ് കേട്ടോ. ഓർത്തിരിക്കേണ്ട ഒരു കോഡ് ഉണ്ടായിരുന്നില്ലേ. നമുക്കറിയാം വ്യവഹാരവാദികൾ ആരൊക്കെയാണ്, പപ്പ, വായെ, പൂത്ത, SRS നമ്മൾ പഠിച്ചതാണ്. 4 പേരുടെ കാര്യങ്ങൾ അല്ലേ. വ്യവഹാരവാദികൾ 4 പേരാണ്. ഒരു വട്ടം ചോദ്യം ഇതായിരുന്നു, താഴെ പറയുന്നതിൽ വ്യവഹാരവാദത്തിൽ പെടാത്തത്. നമുക്കറിയാം ഈ പാവ്ലോവ്, പപ്പായിക്കകത്തെ പാവ്ലോവിൻ്റെ പട്ടി, വായെ എന്ന് വെച്ചാൽ വാട്സൻ്റെ എലി, അതുപോലെ തന്നെ പൂത്ത അല്ലേ തോണ്ടേക്കിൻ്റെ പൂച്ച, അതുപോലെ തന്നെ SRS സ്കിന്നറാണെങ്കിൽ RS ബന്ധം കൊണ്ടുവന്നു. അതായത് പാവ്ലോവ്, വാട്സൺ, സ്കിന്നർ, തോണ്ടേക്ക് എന്നിവരാണ് വ്യവഹാരവാദികൾ. ഇവരുടെ തിയറീസാണ് നമ്മൾ ആദ്യത്തെ തന്നെ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഒരു ക്വസ്റ്റ്യൻ ഈ ഒരു ഭാഗത്തും ഷുവറാണ് കേട്ടോ. ഏതൊരു ആളുടെ കയ്യിൽ നിന്നും ഒന്നുകിൽ തിയറിയിൽ നിന്നായിരിക്കാം, അല്ല എന്നുണ്ടെങ്കിൽ അവർ കൊണ്ടുവന്ന കോൺസെപ്റ്റുകളിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ കോമൺ ആയിട്ടുള്ള കാര്യത്തെപ്പറ്റി ആയിരിക്കാം. ഇവിടുന്ന് ഒരു ചോദ്യം ഷുവറായിട്ട് ചോദിക്കും. 4 പേരേ ഉള്ളൂ, പപ്പ, വായെ, പൂത്ത, SRS. ആദ്യമേ തന്നെ ഓർക്കേണ്ട ആൾക്കാരാണ് പപ്പ, വായെ, പൂത്തയിലെ പാവ്ലോവിൻ്റെ പട്ടിയും വാട്സൻ്റെ എലിയും തോണ്ടേക്കിൻ്റെ പൂച്ചയും ഒരു സിദ്ധാന്തത്തിലാണ് ഉറച്ചു നിന്നത്. ഏതിലാണ്, വ്യവഹാരവാദത്തിലുള്ള ഏത് ബന്ധമാണ് അവർ പറഞ്ഞത്, RS ബന്ധം അല്ലേ, SR ബന്ധമാണ് അവർ മുമ്പോട്ട് വെച്ചത്. സ്റ്റിമുലസ് റെസ്പോൺസ് ബന്ധം അല്ലേ അവർ മുമ്പോട്ട് വെച്ചത്. എന്ത് കാര്യം നമ്മൾ കൊടുത്തെങ്കിലും അതിലൊരു സ്റ്റിമുലസ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു റെസ്പോൺസ് നമുക്ക് കിട്ടുകയുള്ളെന്നാണ് ഈ 3 പേരും പറഞ്ഞത്. ആരൊക്കെ, പാവ്ലോവും തോണ്ടേക്കും വാട്സണും. സ്കിന്നർ മാത്രം മാറി പറഞ്ഞു എന്താണ്, SR ബന്ധത്തിലൂടെയല്ല, പകരം RS ബന്ധത്തിലൂടെയാണ് ഇത് ഉറപ്പിക്കുന്നത്. സോ ഓർത്തിരിക്കുന്ന വ്യവഹാരവാദികളിൽ എന്താണ് വേറിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ സ്കിന്നർ എന്ന് പറയുന്ന വ്യക്തി. ഓക്കെ, ഒന്നാമത് തന്നെ വ്യവഹാരവാദത്തിൽ നമുക്ക് ആദ്യമേ പഠിക്കാനുള്ളത് ആരെ പറ്റിയാണ്, നമ്മുടെ പാവ്ലോവിൻ്റെ തിയറി അല്ലേ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരുപാട് ആവർത്തി ചോദിച്ച ഒരു തിയറിയുമാണ് ഇവാൻ പെട്രോവിച്ച് പാവ്ലോവിൻ്റെ തിയറി. ഓർത്തിരിക്കണം, എന്താണ് അദ്ദേഹം പറഞ്ഞത്, നമുക്ക് ഏതൊരു ജീവിയുടെയും മാനസിക പ്രവർത്തനങ്ങളും നടക്കണമെങ്കിൽ അവിടെ എന്തായിരിക്കണം, ഒരു ചോദക പ്രതികരണം ഉണ്ടായിരിക്കണം. ചോദകം എന്ന് പറഞ്ഞാൽ ഒരു പ്രേരണ ഉണ്ടായിരിക്കണം. അതായത് വെറുതെ ഒരു കാര്യവും ആരും ചെയ്യാൻ പോകത്തില്ല. അവർക്കെല്ലാം എന്തുണ്ടായിരിക്കണം, ഒരു പ്രേരണയോടുകൂടി മാത്രമേ അവർ കാര്യങ്ങൾ ചെയ്യുകയുള്ളൂ. അപ്പോൾ അതിന് നമുക്ക് പ്രോപ്പറായിട്ടൊരു പ്രതികരണം കിട്ടും, അല്ലെങ്കിൽ ഒരു റെസ്പോൺസ് കിട്ടും. ഈ തിയറിയിൽ അധിഷ്ഠിതമായിട്ടാണ്
പാവ്ലോവ് തൻ്റെ തിയറി മുൻപോട്ട് വെച്ചത്. ഓർത്തിരിക്കണം, ഇദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. കണ്ടീഷൻഡ് റിഫ്ലക്സ്, സൈക്കോ പാത്തോളജി ആൻഡ് സൈക്കാട്രി തുടങ്ങിയ മനഃശാസ്ത്രമായിട്ടുള്ള ഇദ്ദേഹത്തിൻ്റെ പ്രധാനമായിട്ടുള്ള കൃതികളാണ്. ഇദ്ദേഹത്തിൻ്റെ പരീക്ഷണം നടത്തിയത് എവിടെയാണ്? പട്ടിയിലാണ് പരീക്ഷണം നടത്തിയത്. ഓർത്തിരിക്കണം, പാവ്ലോവിൻ്റെ പരീക്ഷണം നടത്തിയത് പട്ടിയിലാണ്. അദ്ദേഹം കണ്ടുപിടിച്ചതാണ് നമ്മുടെ അനുബന്ധന സിദ്ധാന്തം കേട്ടോ. ഓർത്തിരിക്കണം, കണ്ടോ, സ്ഫടിക കൂട്ടിലടച്ച വിശന്ന നായയ്ക്ക് ഇറച്ചിപ്പൊടി നൽകുന്നതിനോടൊപ്പം മണിയൊച്ച കേൾപ്പിച്ച് നടത്തിയ പരീക്ഷണം അനുബന്ധ സിദ്ധാന്തത്തിലേക്ക് നയിച്ചു. തിയറി ഓഫ് കണ്ടീഷനിങ്, അനുബന്ധന സിദ്ധാന്തം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പാവ്ലോവിൻ്റെ സിദ്ധാന്തം അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? അനുബന്ധന സിദ്ധാന്തം. അതുപോലെ തന്നെ പൗരാണികാനുബന്ധനം കേട്ടോ. ഇതെല്ലാം നമ്മുടെ പാവ്ലോവിൻ്റെ പേരിലുള്ളതാണ്. ഇനി എന്താണ് അനുബന്ധത്തിൽ അദ്ദേഹം കണ്ടുപിടിച്ചത്? നമുക്കറിയാം, തിയറിയെല്ലാം നമ്മൾ ഓൾറെഡി കണ്ടതാണ് അല്ലേ. എന്തായിരുന്നു? നമ്മൾ അനുബന്ധനത്തിന് മുമ്പ്, ഈ കാര്യം ഓർത്തിരിക്കണം, ഒരുപാട് ആവർത്തി ചോദിക്കുന്ന ഒരു പാർട്ടാണിത്. തിരിച്ചും മറിച്ചും എല്ലാം ചോദിക്കും. അനുബന്ധനത്തിന് മുമ്പ് നൽകിയത് എന്തായിരുന്നു? അനുബന്ധനത്തിന് ശേഷം നൽകിയത് എന്തായിരുന്നു? അനുബന്ധനത്തിനോട് കൂടെ നൽകിയത് എന്തായിരുന്നു? ഇങ്ങനെ പലതും ചോദിക്കും. സോ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്, അനുബന്ധനത്തിന് മുമ്പ് ബിഫോർ കണ്ടീഷനിങ്ങിൽ എന്താണ് സംഭവിച്ചത്? ഇറച്ചിപ്പൊടി നമ്മൾ ചുമ്മാ നമ്മുടെ നായയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ ഒബ്വിയസ്ലി നാച്ചുറലായിട്ട് തന്നെ നമ്മുടെ നായയുടെ വായിൽ നിന്നും ഉമ്മിനീർ വരും അല്ലേ. ഇനിയും മണി വെച്ച് നമ്മൾ ചുമ്മാ കേൾപ്പിച്ചാൽ യാതൊരു പ്രതികരണവും നമ്മുടെ പട്ടികൾ ചെയ്യാറില്ല. ചുമ്മാ നമ്മളെ നോക്കി കുരയ്ക്കും. അതായത് ചുമ്മാ നമ്മുടെ പട്ടികൾക്കെല്ലാം ഇറച്ചി ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഒരു കാര്യവും ചെയ്യാതെ, അനുബന്ധനം ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്തു? പട്ടികളുടെ മുന്നിൽ കൊണ്ട് ഇറച്ചിപ്പൊടി കാണിച്ചാൽ അല്ലെങ്കിൽ ഇറച്ചി കാണിച്ചാൽ പട്ടികൾ ഒബ്വിയസ്ലി വായിൽ നിന്നും വെള്ളം വരും. ചുമ്മാ പട്ടിയുടെ മുന്നിൽ പോയി രണ്ടാമതായിട്ട് നമ്മൾ മണി അടിച്ചാൽ യാതൊരു പ്രതികരണം നമ്മുടെ പട്ടി തരത്തില്ല. ഇനി അനുബന്ധനം നടക്കുമ്പോൾ ഡ്യൂറിങ് കണ്ടീഷനിൽ എന്താണ്? ഇറച്ചിപ്പൊടി കൊടുക്കുന്നതിനൊരു കൂടെ തന്നെ എന്ത് കേൾപ്പിച്ചു? മണിയൊച്ച കേൾപ്പിച്ചു. അതായത് ഇറച്ചിപ്പൊടി കൊടുക്കുന്നതിന് ഒരു 2 സെക്കൻഡ് മുമ്പ് നമ്മൾ മണിയൊച്ച കേൾപ്പിച്ചിട്ടാണ് ഇറച്ചിപ്പൊടി കൊടുക്കുന്നത്. അപ്പം നായയ്ക്ക് മനസ്സിലായി കുറേ ആവർത്തി. ഇതെല്ലാം ഓർത്തിരിക്കണം, ഇത് ഒരു വട്ടം കൊണ്ടോ 2 വട്ടം കൊണ്ടോ ഒരാഴ്ച കൊണ്ടോ എന്താണ് നടക്കുന്ന പ്രോസസ്സല്ല. ഇറ്റ്സ് ടുക്ക് സെവറൽ വീക്സ് ഓർ മന്ത് കേട്ടോ. ആഴ്ചകളും മാസങ്ങളും എടുത്താണ് ഈ ഒരു തിയറി തെളിയിച്ചെടുത്തത്. അതുകൊണ്ട് തന്നെ നല്ല നമുക്കറിയാം ആവർത്തനം അല്ലേ. എന്തിനാണ് നമ്മൾ ഓരോരോ മാസങ്ങൾ ചെയ്യുന്നത്? ആവർത്തിപ്പിക്കാനായിട്ട്. അപ്പം റിപ്പീറ്റേഷൻ്റെ അകത്തുണ്ടെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഓർത്തിരിക്കണം, മണിയൊച്ചയോട് കൂടെ തന്നെ ഇറച്ചിപ്പൊടി കൊടുത്തപ്പോൾ, കുറേ നാളുകൾക്ക് കൊടുത്തപ്പോൾ നായ്ക്ക് മനസ്സിലായി എപ്പം മണിയൊച്ച കേൾപ്പിക്കുന്നു അപ്പം എനിക്ക് ഇറച്ചി കിട്ടാൻ പോവുകയാണെന്ന് നായ്ക്ക് മനസ്സിലായി. അപ്പം ഓട്ടോമാറ്റിക്കലി ഗ്രാജുവലായിട്ട് നമ്മൾ എന്ത് ചെയ്തു? പതുക്കെ നായയുടെ വായിൽ നിന്നും ഉമ്മിനീർ സ്രവം മണിയൊച്ച വരുമ്പം വരാൻ തുടങ്ങി. അതിനുശേഷം അനുബന്ധനത്തിന് ശേഷം എന്നാ സംഭവിച്ചത്? നമ്മൾ ചുമ്മാ മണിയൊച്ച കേൾപ്പിച്ചാലും നായയുടെ വായിൽ നിന്ന് എന്ത് വരും? ഉമ്മിനീർ സ്രാവം വരും. അപ്പോൾ അതെന്തായിട്ട് മാറി? ഒരു അനുബന്ധിത പ്രതികരണമായിട്ട് മാറി. അപ്പോൾ ഓർത്തിരിക്കണം, ആദ്യം നടന്ന എവിടെ നമ്മൾ വന്നു കണ്ടോ? അനുബന്ധനം ചെയ്യാത്ത പ്രതികരണത്തിൽ നിന്നും എങ്ങോട്ട് വന്നു? നമ്മൾ ഒരു അനുബന്ധിത പ്രതികരണത്തിലേക്ക് നമ്മൾ നമ്മുടെ നായേനെ കൊണ്ടുവന്നു. എങ്ങനെ കൊണ്ടുവന്നു? സ്ഥിരമായി ആവർത്തിച്ചതിലൂടെ അല്ലെങ്കിൽ സ്ഥിരമായി റിപ്പീറ്റ് ചെയ്തതിലൂടെ കേട്ടോ. ഈ ഒരു കാര്യങ്ങൾ ഓർത്തിരിക്കണം, എക്സാമ്പിൾ വൈസ് ചോദിക്കും. ഇനിയും എന്താണ് ഇതിൻ്റെ വിദ്യാഭ്യാസപരമായ പ്രസക്തി? അദ്ദേഹം അതിൽ നിന്ന് 5 കാര്യങ്ങൾ കണ്ടുപിടിച്ചു അല്ലേ. അപ്പോൾ ഓർത്തിരിക്കണം കണ്ടോ, മനഃശാസ്ത്രത്തിൻ്റെ ചരിത്രത്തിലെ ആദ്യമായി രേഖപ്പെടുത്തിയ അനുബന്ധന രീതി ആയതുകൊണ്ട് തന്നെ പാവ്ലോവിൻ്റെ അനുബന്ധന പ്രക്രിയയെ പൗരാണികാനുബന്ധനം, ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് വിളിക്കുന്നു. പല ആവർത്തി ചോദിച്ചൊരു ചോദ്യമാണ്. ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൻ്റെ ഉപജ്ഞാതാവ് ആര്? വേറെ ആരുമല്ല, നമ്മുടെ പാവ്ലോവാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൻ്റെ ഉപജ്ഞാതാവ്. ഇനിയും തൻ്റെ പരീക്ഷണത്തിലൂടെ പാവ്ലോവ് മുമ്പോട്ട് വെച്ച ആശയങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 5 എണ്ണം. വിലോപം, പുനഃപ്രാപ്തി, വിളംബിത അനുബന്ധിത പ്രതികരണം, ചോദക സാമാന്യവൽക്കരണം, ചോദക വിവേചനം. ഈ 5 കാര്യങ്ങളാണ് പാവ്ലോവ് തൻ്റെ തിയറിയിലൂടെ മുൻപോട്ട് വെച്ചത്. അപ്പോൾ ഓർത്തിരിക്കണം, ഒന്നാമത്തേത് വിലോപം. അതായത് വിലോപം നമ്മൾ മലയാളത്തിനകത്ത് ലോപസന്ധി പഠിച്ചത് അല്ലേ. ലോപം എന്ന് വെച്ചാൽ ഇല്ലാതാവുക. അപ്പോൾ വിലോപം എന്ന് പറഞ്ഞാൽ ഇല്ലാതാക്കി തീർക്കാം. എന്തിനെ? നമ്മൾ പരിശീലിച്ച ഒരു കാര്യത്തെ വേണമെങ്കിൽ നമുക്ക് ഇല്ലാതാക്കി തീർക്കാം. ഓർത്തിരിക്കണം, മണിശബ്ദം ഉമ്മിനീർ ശ്രവണം ഇവ തമ്മിലുള്ള ബന്ധം ഉറപ്പിച്ചതിന് ശേഷം മണിശബ്ദത്തെ തുടർന്ന് ആഹാരം കൊടുക്കാതെ മണിശബ്ദം മാത്രമായി അവതരിപ്പിച്ചാൽ ക്രമേണ കണ്ടോ പതുക്കെ എന്ത് മാറത്തുള്ളൂ? ഉമ്മിനീർ ശ്രവണ പ്രതികരണം ഇല്ലാതാകും. ഇതിനെ വിലോപം എന്ന് പറയുന്നു. അതായത് ഓർത്തിരിക്കണം, നമ്മുടെ കുട്ടികളിൽ ഒരു കാര്യം
നമ്മൾ ആദ്യമേ പറയണം. ഇപ്പോൾ നമ്മൾ സ്കൂൾ തുറന്ന കാര്യത്തിൽ നമ്മൾ പറയണം അല്ലേ, പിറ്റേ ദിവസം എല്ലാ ദിവസവും ഇംഗ്ലീഷ് അല്ലെങ്കിൽ മലയാളം വായിച്ച് നിങ്ങൾ വീട്ടിൽ നിന്ന് ഒപ്പിടിച്ചുകൊണ്ട് വരണം. നമ്മളൊരു 1.5 മാസം ഇത് കണ്ടിന്യൂസ് ആയിട്ട് മുമ്പോട്ട് പോയി. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ നമ്മൾ പിന്നെ അതിൽ നിന്ന് വിട്ടുപോയി. അപ്പോൾ കുട്ടികൾക്ക് മനസ്സിലായി ടീച്ചർ ഇനി അത് ചെയ്യാൻ പോകുന്നില്ല അല്ലേ. കുറേ നാളുകൾക്ക് അവർ തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരുന്ന പ്രോസസ്സായിരുന്നു. എന്ത് പാഠം പഠിപ്പിച്ചാലും ഏത് ഭാഗം പഠിപ്പിച്ചാലും കുട്ടികൾ എന്ത് ചെയ്യും, വായിക്കുക, ഒപ്പിടുക, പിറ്റേ ദിവസം കൊണ്ട് കാണിക്കുക, വായിക്കുക, ഒപ്പിടുക, പിറ്റേ ദിവസം കാണിക്കുക, ഒരു പ്രോസസ്സ്. പക്ഷേ കുറേ നാൾക്ക് ശേഷം ടീച്ചർ അത് പറയാൻ വന്നപ്പോൾ എന്നാ സംഭവിച്ചു, കുട്ടികൾ പതുക്കെ പതുക്കെ അത് മറന്നു തുടങ്ങി. അപ്പോൾ എന്താ സംഭവിച്ചു, അവിടെ ഒരു വിലോപം സംഭവിച്ചു. അപ്പം പാവ്ലോവ് പറഞ്ഞതാണ്, നമ്മളൊരു കാര്യം നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് ആവർത്തനത്തിലൂടെ പഠിപ്പിക്കുകയാണെങ്കിൽ അത് തുടർന്ന് കൊണ്ടുപോകണം. അല്ലാതെ ആണെങ്കിൽ എന്നാ സംഭവിക്കും, അവിടെ മറവി അല്ലെങ്കിൽ വിലോപം സംഭവിക്കും. ലോപിക്കുക എന്ന് പറഞ്ഞാൽ ഇല്ലാതാവുക എന്നർത്ഥം. അടുത്താണ് പുനഃപ്രാപ്തി, സ്പോണ്ടേനിയസ് റിക്കവറി. എന്താണ്, നമ്മൾ ഈ മറന്നുപോയ കാര്യത്തെ വേണമെങ്കിൽ നമുക്ക് തിരികെ കൊണ്ടുവരാം. ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ, ഒരു എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു തന്നെ, ഒപ്പിടുകൊണ്ടുവരുന്ന കേസ്. 1.5 മാസം കഴിഞ്ഞപ്പോൾ കുട്ടികളത് മറന്നു. പക്ഷേ 3-ാം മാസത്തിൻ്റെ ആരംഭത്തിൽ നമ്മൾ വീണ്ടും ഒന്ന് എണ്ണീറ്റ് നിന്ന് എല്ലാ ദിവസവും രാവിലെ നമ്മൾ എല്ലാവരെയും ഒപ്പിടാത്തവരെല്ലാം എണ്ണീപ്പിച്ച് ക്ലാസ്സിന് പുറത്തിറക്കി നിർത്തി. അപ്പോൾ പിള്ളേരെന്തായി, പെട്ടെന്ന് ഓർത്തെടുത്തു, ഉയ്യോ ടീച്ചർ അന്ന് പറഞ്ഞതായിരുന്നു ഒപ്പിടണമെന്ന്, നമ്മൾ മറന്നു പോയതാണ് കേസെന്ന് കുട്ടികൾ എന്ത് ചെയ്തു, പടുന്നനെ തന്നെ ഓർത്തു. അതുകൊണ്ടാണ് സ്പോണ്ടേനിയസ് റിക്കവറി എന്ന് പറയുന്നുണ്ടോ. അപ്പം വിലോപം വരെ അപ്രത്യക്ഷമായിട്ടൊരു കാര്യത്തെ തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് പാവ്ലോവ് അഭിപ്രായപ്പെട്ടു. അതിനുള്ള മാർഗങ്ങളാണ് ഒരിക്കൽ കൂടി അനുബന്ധനത്തിന് അവസരം നൽകുക, വിലോപത്തിന് ശേഷം അല്പസമയം അനുവദിക്കുക. ഈ 2 കാര്യങ്ങൾ വഴി നമുക്ക് ഇതിനെ തിരികെ കൊണ്ടുവരാം. അപ്പോൾ അത് സ്പോണ്ടേനിയസ് ആയിട്ട് നമ്മുടെ ആൾക്കാരത് ഓർത്തിരിക്കും. കുട്ടികളുടെ കേസിലാണെങ്കിൽ ഇപ്പം പറഞ്ഞ പോലെ 1.5 മാസം കൊണ്ട് കുട്ടികൾ ഒപ്പിടുന്ന കേസ് മറന്നെങ്കിൽ 3-ാം മാസത്തിൻ്റെ ആരംഭത്തിൽ നമ്മളൊന്ന് പിടിച്ച് ഒന്ന് വഴക്ക് പറഞ്ഞാൽ മതി, പിറ്റേ ദിവസം അത് വീണ്ടും റെഗുലറായിട്ട് അത് പൊക്കോളും. അപ്പോൾ ഓർത്തിരിക്കണം, അതിനെയാണ് സ്പോണ്ടേനിയസ് റിക്കവറി എന്ന് പറയുന്നത്, പുനഃപ്രാപ്തി എന്ന് പറയുന്നത്. അടുത്താണ് വിളംബിത അനുബന്ധിത പ്രതികരണം. അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും നോക്കണം. ഡിലേഡ് കണ്ടീഷണൽ റെസ്പോൺസ്, അതായത് നമ്മളിപ്പം മണിയൊച്ച കേൾപ്പിച്ചു, നായയ്ക്ക് ഇറച്ചിപ്പൊടി കൊടുക്കാൻ വൈകി. നമ്മളിപ്പോൾ മണിയൊച്ച കേൾപ്പിച്ച് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് അർപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ നായ ഇതിനെപ്പറ്റി മറന്നു പോകും. എന്ന് പറഞ്ഞാൽ കുട്ടികളോട് നമ്മളൊരു കാര്യം പറഞ്ഞു, നമ്മൾ പുറത്തൊക്കെ ഒരു ചായ കുടിച്ച് തിരിച്ച് വന്നാൽ നമ്മൾ പറഞ്ഞ കാര്യം എന്നാന്ന് കുട്ടികൾക്ക് അറിയാതെ വരും. അതുകൊണ്ട് തന്നെ എന്താണ്, നമ്മുടെ വിളംബിതമായിട്ടുള്ള അനുകരണ പ്രതികരണം നമ്മൾ ഒരു ഫലത്തിലും എത്തിക്കുകയില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത്. കണ്ടോ, പാവ്ലോവ് നടത്തിയ പരീക്ഷണത്തിൽ മണിനാദത്തോടൊപ്പം നൽകുന്നതിന് പകരം മണിയടിച്ച് അല്പസമയം കഴിഞ്ഞ് ഭക്ഷണം നൽകുന്നു. മണിനാദം കേൾക്കുന്നതും ഭക്ഷണം നൽകുന്നതും തമ്മിലുള്ള സമയവ്യത്യാസം വർദ്ധിപ്പിക്കുന്നു. അപ്പോൾ നായയുടെ ഉമിനീർ സ്രവം കുറയുന്നതായി പാവ്ലോവ് കണ്ടെത്തി. എന്നാൽ ഇടവേള വീണ്ടും വർദ്ധിച്ചപ്പോൾ ഉമിനീർ സ്രവണം രണ്ടാമതും വർദ്ധിച്ച തോതിൽ ഉണ്ടാകുന്നതായി കണ്ടു. ചോദകങ്ങൾക്കിടയിലുണ്ടായ സമയവ്യത്യാസമായി നായ പൊരുത്തപ്പെട്ടതാണ് ഇതിന് കാരണം. ഈ പ്രതിഭാസത്തെ വിളംബിത അനുബന്ധിത പ്രതികരണമെന്ന് വിളിക്കുന്നു. സിമ്പിളായിട്ട് പറഞ്ഞാൽ, നമ്മൾ ഒരു ക്ലാസ് എടുക്കുന്ന ഒരു അധ്യാപകൻ റെഗുലറായിട്ട് താമസിച്ച് വരും, നേരത്തെ പോകും, താമസിച്ച് വരും, നേരത്തെ. അപ്പോൾ കുട്ടികൾക്ക് എല്ലാം കിട്ടുന്നുണ്ടോ, അതുമില്ല, എല്ലാം പഠിപ്പിക്കുന്നുണ്ടോ, ഏതാണ്ടൊക്കെ പഠിപ്പിക്കുന്നുണ്ട് അല്ലേ. അവിടെ എന്താ സംഭവിച്ചത്, ഒരു വിളംബിത അനുബന്ധിത പ്രതികരണമാണ് അവിടെ കുട്ടികളിൽ അധ്യാപകൻ നോക്കുന്നത്. അവിടെ ആർക്കും ഒരു എഫക്റ്റ് ഇല്ല ശരിക്കും പറഞ്ഞാൽ അല്ലേ. ശരിയായിട്ടൊരു പഠനം നടക്കുന്നുണ്ടോ, അതുമില്ല, എന്നാൽ വന്നു പോയിരിപ്പുണ്ട്. അതാണ് വിളംബിത അനുബന്ധിത പ്രതികരണം എന്ന് പറയുന്നത്. അതിനെയാണ് ഡിലേഡ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്തത് നമ്മുടെ പഠന രംഗത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരുപാട് ആവർത്തി ചോദിക്കുന്ന ഒരാളാണ് ചോദക സാമാന്യവൽക്കരണം, സ്റ്റിമുലസ് ജനറലൈസേഷൻ. എന്താണ്, അഭ്യസിച്ച ഒരു പ്രതികരണത്തിന് ആസ്പദമായ ചോദകവുമായി സാമ്യമുള്ള ചോദകങ്ങൾ പ്രത്യക്ഷപ്പെടുമ്പോൾ അഭ്യസിച്ച പ്രതികരണം തന്നെ ഉണ്ടാകാനുള്ള പ്രവണതയെ ചോദക സാമാന്യവൽക്കരണം എന്ന് വിളിക്കുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇതിൽ നിന്നാണ് കൂടുതലായിട്ട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത് കേട്ടോ. എന്നോട് ചോദ്യം ചോദിച്ചാൽ 90% ഇവിടെ നിന്നായിരിക്കും ചോദക സാമാന്യവൽക്കരണത്തിൽ നിന്നായിരിക്കും ചോദ്യം വരുന്നത്. മിക്കവാറും ഒരു റിയൽ ലൈഫ് സിറ്റുവേഷൻ ആയിരിക്കും ഇവിടെ ചോദിക്കുന്നത്. നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, 3-ാം ക്ലാസ്സിൽ കണക്ക് പരീക്ഷ ഭയമുള്ളൊരു കുട്ടിയുണ്ടായിരുന്നു. കുട്ടിയുടെ പ്രശ്നം കണക്ക് അധ്യാപികയെ ഭയമായിരുന്നു. അധ്യാപിക വരുന്നത് നല്ല സാരിയൊക്കെ ഉടുത്ത് വലിയ ഉണ്ട കണ്ണാടിയൊക്കെ വെച്ചുകൊണ്ട് മുടിയൊക്കെ പുറത്തോട്ട് ഇങ്ങനെ വലിഞ്ഞു കെട്ടി കയ്യിലൊരു മാത്സിൻ്റെ ബുക്കും 2 ചോക്കുമായിട്ടാണ് അധ്യാപകൻ നടന്നു വരുന്നത്. ഈ ഒരു കോൺസെപ്റ്റ് അവിടെ 3-ാം ക്ലാസ്സിലെ കൊച്ചായ അപ്പുവിൻ്റെ മനസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെ 3-ാം ക്ലാസ്സിൽ വെച്ച് തൊട്ട് അവനെ എന്തായിരുന്നു, ഈ പറഞ്ഞ മാത്സ് എന്നോ ഗണിതം എന്ന് പറഞ്ഞ വിഷയത്തോട് അവന് ഭയങ്കര പേടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ആ സബ്ജക്റ്റിന് അവന് മാർക്ക് കുറവായിരുന്നു കിട്ടിയത്. ഇവൻ 6-ാം ക്ലാസ്സിൽ ചെന്നപ്പോഴും നമുക്കറിയാം സ്കൂൾ മാറി, ടീച്ചർ മാറി, പക്ഷേ ഇതേ രീതിയിൽ നടക്കുന്ന അല്ലെങ്കിൽ ഇതേ പ്രതികരണത്തോടു കൂടി ഇതേ ഒരു ജനറലൈസേഷൻ അല്ലെങ്കിൽ ഇതേപോലെയൊക്കെ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ടീച്ചർ തന്നെയാണ് അവന് മാത്സ് ടീച്ചറായിട്ട് വരുന്നതെങ്കിൽ ഇവൻ എങ്ങോട്ട് പോകും, പഴയ കാര്യത്തിലേക്ക് തന്നെ തിരികെ പോകും. അതായത് 3-ാം ക്ലാസ്സിലെ അവനുണ്ടായ അനുഭവത്തിലേക്ക് അവൻ തിരികെ പോയി അവൻ ആ സബ്ജക്റ്റിനെ ഭയക്കും. ആ ഒരു
എന്താണ് പേടി കൊച്ചിൻ്റെ മനസ്സിൽ വീണ്ടും ഉടലെടുക്കും. അതിന് പറഞ്ഞ പേരാണ് ജനറലൈസേഷൻ, സ്റ്റിമുലസ് ജനറലൈസേഷൻ. അതുകൊണ്ട് പറഞ്ഞതുകൊണ്ടോ അഭ്യസിച്ച ഒരു പ്രതികരണത്തിന് ആസ്പദമായ ചോദകം അത് തന്നെ ആകണമെന്നില്ല. ചിലപ്പോൾ അവൻ്റെ വിചാരം ശരിയായിരിക്കും, ചിലപ്പോൾ തെറ്റായിരിക്കും. അപ്പോൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് എന്ത് ചോദകം കണ്ടാലും എന്ത് ചെയ്യും, അവന് പഴയ അനുഭവത്തിനോട് കുട്ടികൾ എന്ത് ചെയ്യാൻ നോക്കും, താരതമ്യപ്പെടുത്താൻ നോക്കും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, സൈക്കോളജി നമ്മൾ പഠിക്കുന്ന അധ്യാപകർ നമ്മൾ പറയുന്നതാണ് കുട്ടികളോട് എങ്ങനെ പെരുമാറണം, സ്നേഹത്തോടുകൂടി പെരുമാറണം. അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ ഇങ്ങനെയുള്ള പേടികൾ കടന്നു കൂടിയാൽ എന്നാ സംഭവിക്കും, നമ്മുടെ വരും ക്ലാസ്സുകളിൽ അല്ലെങ്കിൽ വരുന്ന ഭാവിയിൽ അവരതിനോട് ജനറലൈസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് നോക്കും. അപ്പോൾ ആ ഒരു പേടി അവരുടെ മനസ്സിൽ കിടക്കുമ്പോൾ ജീവിതത്തിൽ വിജയം കണ്ടെത്തുവാനായിട്ട് അവർ പാടുപെടും. അതാണ് ഇവിടെ നടക്കുന്നത്, ഓർത്തിരിക്കണം കേട്ടോ. ഇനിയും ചോദക വിവേചനം അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും നോക്കണം. അതായത് ഇന്നതാണെന്നും അത് വേറെയാണെന്നും ഒരു കാഴ്ചപ്പാടുണ്ടാക്കുക. എന്താണ്, ശബ്ദത്തിൻ്റെ ഏറ്റക്കുറച്ചിലുണ്ടാകുന്ന ഭക്ഷണം ലഭിച്ച മണിശബ്ദത്തോട് മാത്രം നായ അനുകൂലമായി പ്രതികരിക്കുന്നു. ഇപ്രകാരം ഏറെക്കുറെ സമാന ശബ്ദങ്ങൾക്കിടയിലുള്ള വ്യത്യാസങ്ങൾ പോലും നായയ്ക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു. ഇതിന് പറയുന്ന പേരാണ് ചോദക വിവേചനം അല്ലെങ്കിൽ സ്റ്റിമുലസ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ സ്കൂളിൽ എല്ലാ ദിവസവും രാവിലെ ബെല്ലടിക്കും അല്ലേ, ശരിയല്ല? എല്ലാ ദിവസവും ബെല്ലടിക്കത്തില്ലേ? എല്ലാ ദിവസവും ബെല്ലടിക്കുവാണ്. നമ്മുടെ സ്കൂളിൽ രാവിലെ 9:30-ക്കും 10 മണിക്കൊക്കെ നമ്മുടെ ഇൻ്റർവെല്ലിന് വിടുമ്പം ബെല്ലടിക്കുക സാധാരണ ചെയ്യുന്നത്. ഒരു വട്ടം ബെല്ലടിക്കാതെ നമ്മുടെ കറണ്ട് പോയെന്ന് വിചാരിച്ചു, നമ്മുടെ ഇപ്പോൾ ഇലക്ട്രിക് ബെല്ലാണെങ്കിൽ കറണ്ട് പോയെന്ന് വിചാരിക്കും. അപ്പം ടീച്ചർ അവിടെ നിന്ന് വിസിലൂതി. കുട്ടികളാലും എണ്ണീറ്റ് ഇറങ്ങിപ്പോകാൻ തോന്നുന്നുണ്ടോ? വിസിലൂതിയാൽ ഹെഡ് മാസ്റ്റർ അവിടെ നിന്ന് വിസിലടിച്ചത്, അല്ലെങ്കിൽ അവിടെയുള്ള PT സാറ് ഇൻ്റർവെല്ലാന്ന് പറയാനായിട്ട് കറണ്ട് ഇല്ലായിരുന്നു, നമ്മുടെ ഇലക്ട്രിക് ബില്ലിന് പകരം കറണ്ട് ഇല്ലായിരുന്നു. ഇതൊക്കെ ചോദിക്കാൻ പറ്റിയ ചോദ്യങ്ങളാണ്. അപ്പോൾ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ എടുത്തു PT മാഷ് പുറത്തിരുന്ന് വിസിലൂതി. അപ്പോൾ കുട്ടികൾ ഇൻ്റർവെല്ലാന്ന് പറഞ്ഞാൽ എല്ലാവരും എണ്ണീറ്റ് വരാനുള്ള സാധ്യതയുണ്ടോ? ഇല്ല. കാരണം എന്താണ്, അവർക്ക് മനസ്സിലായി സാധാരണയായിട്ട് ഇലക്ട്രിക് ബെല്ല് അടിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ എന്നാ സംഭവിച്ചത്, വിസിലാവുന്നത്. അപ്പോൾ അവരുടെ ഇൻ്റർവെല്ലിന് പോകേണ്ട ബെല്ലല്ല, അല്ലെങ്കിൽ ആ സമയമാണെങ്കിൽ അവർക്ക് വന്ന ബെല്ലതല്ല. അപ്പോൾ കുട്ടികൾ അതിനെ എന്തെന്നു വിവേചിച്ചറിയാനുള്ള ശേഷി കുട്ടികൾക്കുണ്ട്. എന്ന് പറഞ്ഞ പോലെ തന്നെ നായയ്ക്ക് സ്ഥിരമായിട്ട് കേൾപ്പിച്ചിരുന്ന ഒരു മണിശബ്ദമുണ്ട്. നമ്മൾ ഈ കിലി പോലത്തെ മണി അടിച്ചു, രണ്ടാമത് നമ്മൾ ഫോണിൽ കൊണ്ടൊരു മണിയടിച്ച് കേൾപ്പിച്ചാൽ, അല്ലെങ്കിൽ നമ്മൾ സ്പീക്കറിൽ ഒരു മണിയടിച്ച് കേൾപ്പിച്ചാൽ നായ ഇതിനോട് പ്രതികരിക്കത്തില്ല. കാരണം നായ പ്രതികരിച്ച അല്ലെങ്കിൽ നായ ശീലിച്ച ഒരു മണിശബ്ദമുണ്ട്, അല്ലെങ്കിൽ നായ കേട്ട് പരിചരിച്ച ഒരു മണിശബ്ദമുണ്ട്, അതിനോട് മാത്രമേ അത് പ്രതികരിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ചോദക വിവേചനം എന്ന് പറയുന്നത് രണ്ടും രണ്ടാണെന്നുള്ള തിരിച്ചറിവുണ്ടാക്കുക. അതാണ് നമ്മുടെ കുട്ടികളിലേക്ക് നമ്മൾ ഇത് ചെയ്യുന്ന മനസ്സിലാക്കുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കണം. പാവ്ലോവിൻ്റെ തിയറിയിൽ എന്തൊക്കെയായിരുന്നു, പാവ്ലോവ് പരീക്ഷ നടത്തിയത് പട്ടിയിലാണ്. അപ്പോൾ ഓർത്തിരിക്കണം, അവിടെ അനുബന്ധനത്തിന് മുമ്പും അനുബന്ധനം നടക്കുമ്പോഴും അനുബന്ധനത്തിന് ശേഷവുമുള്ള കാര്യങ്ങൾ ഓർത്തിരിക്കണം. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ തിയറിയിൽ ഇദ്ദേഹം കണ്ടെത്തിയ കാര്യങ്ങളാണ് 5 വിലോപം, പുനഃപ്രാപ്തി, ചോദക സാമാന്യവൽക്കരണം, ചോദക വിവേചനം, അതുപോലെ തന്നെ വിളംബിത അനുബന്ധിത പ്രതികരണം. ഈ 5 കാര്യങ്ങളാണ് അദ്ദേഹം മുൻപോട്ട് വെച്ചത്. അതിൽ ഇമ്പോർട്ടൻ്റ് ആണ് ചോദക സാമാന്യവൽക്കരണം കേട്ടോ. എക്സാമ്പിൾ വൈസ് ആയിട്ട് ചോദിക്കുന്നത്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഇവിടുന്ന് ചോദിക്കുകയില്ല. ഓക്കെ, അടുത്തതാണ് നമ്മുടെ JB വാട്സൺ അഥവാ ജോൺ B വാട്സൺ എന്ന് പറയും. ഇദ്ദേഹത്തിൻ്റെ കോൺസെപ്റ്റുകൾ വളരെ ചെറുതാണ്, പക്ഷേ ഇദ്ദേഹത്തിന് ചോദിക്കാൻ പറ്റുന്നൊരു ചോദ്യമാണ്, ചേഷ്ടാവാദത്തിൻ്റെ പിതാവ് അല്ലെങ്കിൽ വ്യവഹാരവാദത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? B വാട്സൺ ആണ്, അല്ലെങ്കിൽ ജോൺ B വാട്സൺ ആണ് വ്യവഹാരവാദത്തിൻ്റെ അല്ലെങ്കിൽ ചേഷ്ടാവാദത്തിൻ്റെ അല്ലെങ്കിൽ ബിഹേവിയറിസ്റ്റിൻ്റെ ഫാദറായിട്ട് കണക്കാക്കുന്നത്. ഇദ്ദേഹം ഒരു അമേരിക്കൻ മനഃശാസ്ത്രജ്ഞനായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ് ബിഹേവിയറിസം, സൈക്കോളജി ഫ്രം ദി സ്റ്റാൻഡ് പോയിന്റ് ഓഫ് എ ബിഹേവിയറിസ്റ്റ്, ബിഹേവിയർ ആൻഡ് ഇൻട്രൊഡക്ഷൻ ടു കമ്പാരിറ്റീവ് സൈക്കോളജി. പിന്നെ പരീക്ഷണം നടത്തി എന്തായിരുന്നു, നമ്മൾ ക്ലാസ്സിൽ എടുത്തപ്പോൾ കാണിച്ചായിരുന്നു, സ്വന്തം കുഞ്ഞ് ഒരു വെളുത്ത എലിൽ തൊടാൻ നേരം ഭീകരമായിട്ടുള്ള ശബ്ദം പ്രകടിപ്പിച്ച് കൊച്ചിനെ പേടിപ്പിച്ചു. അപ്പം എന്ത് സംഭവിച്ചു, കൊച്ച് പിന്നെ എലികളോടെല്ലാം ഭയം കാണിച്ചു. ഇതും എന്താണ്, ഒരു SR ബന്ധമാണ് അദ്ദേഹം മുമ്പോട്ട് കൊണ്ടുവന്നത്. ഇനിയും അതേപോലെ തന്നെ ചുവന്ന ബൾബ് കത്തി ഉടനെ ആടിൻ്റെ കാലിൽ ഷോക്ക് നൽകിയുള്ള പരീക്ഷണം. അതായത് ആടിനെ ഒരു കൂട്ടിലടച്ചു, അദ്ദേഹം എന്ത് ചെയ്തു, ചുമല ബൾബ് കത്തും, ഇലക്ട്രിക് ഷോക്ക് ഓണാക്കി ആടിനെ എന്ത് ചെയ്യും, ഷോക്ക് അടുപ്പിക്കും. അപ്പോൾ ആടിന് മനസ്സിലായി എപ്പോൾ ഒക്കെ ചുമന്ന ബൾബ് കത്തുന്നോ അപ്പോൾ ഒക്കെ എനിക്കിട്ട് കണ്ടടിക്കും. അപ്പോൾ ആടിനോട് ശീലിച്ചു വന്നു. അതിനെയാണ് ഈ 2 പരീക്ഷണങ്ങളാണ് നമ്മുടെ JB വാട്സൺ നടത്തി വന്നത്, ഓർത്തിരിക്കണം. ഇനിയും ഇദ്ദേഹത്തിൻ്റെ പ്രധാന കണ്ടെത്തലുകൾ ചോദിച്ചിട്ടുണ്ട്. JB വാട്സൻ്റെ പ്രധാന കണ്ടെത്തലുകളിൽ ഉൾപ്പെടാത്തത് ഏത്? സോ ഈ 4 കണ്ടെത്തലുകൾ ഓർത്തിരിക്കണം. എന്താണ്? പരിസരമാണ് കേട്ടോ, ഓർത്തിരിക്കണം. ലേണിംഗ് എൻവയോൺമെൻറ്റ് അല്ലെങ്കിൽ കുട്ടികളായിരിക്കുന്ന പരിസരത്തിലൂടെയാണ് കുട്ടികൾ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഘടകമായിട്ട് അവർ കണ്ടത്. അതായത് അവർ
പഠിക്കുന്ന ക്ലാസ് മുറിയാകാം, അവർ വരുന്ന സ്കൂളാകാം, അവരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അധ്യാപകരാകാം, അവരുടെ സുഹൃത്തുക്കളാകാം. ഇതുപോലെ എന്തിനോടും കുട്ടികൾ ആദ്യമേ തന്നെ പ്രതികരിക്കാൻ തുടങ്ങുന്നത് എങ്ങനെയാണ്? പരിസരത്തിനോടാണ്. അപ്പോൾ ഓർത്തിരിക്കണം, പരിസരമാണ് നമ്മുടെ ശിശുക്കളുടെ വികാസത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഘടകം എന്ന് പറയുന്നത്. രണ്ടാമത്തേത്, ചോദക പ്രതികളുടെ ആവർത്തനം പഠനത്തെ ശക്തമാക്കുന്നു. അതായത് ഈ 3 പേരുടെ കാര്യത്തിലും പറഞ്ഞത് എന്താണ്? ആവർത്തനമുണ്ടെങ്കിൽ അവിടെ പഠനം ശക്തമാകും, അല്ലെങ്കിൽ ആ ബോണ്ട് ദൃഢമാകും. പിന്നെ ചോദകങ്ങളെ ഫലപ്രദമായി ഉപയോഗിച്ച് ഏത് തരം പ്രതികരണങ്ങളെ രൂപപ്പെടുത്തിയെടുക്കാം. അതായത് നമ്മൾ നല്ല ചോദ്യങ്ങൾ കൊടുക്കുകയാണെങ്കിൽ നല്ല ശീലങ്ങൾ നമ്മുടെ കുട്ടികളിൽ വളർന്നു വരും. ഇൻ കേസ് നമ്മൾ മോശപ്പെട്ട ശീലങ്ങളാണ് കുട്ടികളിൽ പഠിക്കുന്നതെങ്കിൽ മോശപ്പെട്ട പ്രതികരണമായിരിക്കും കുട്ടികളിൽ നിന്ന് വരുന്നത്. അതുപോലെ തന്നെ കാലവിളംബം അനുബന്ധനത്തെ സ്വാധീനിക്കുന്നുണ്ട്. കാലവിളംബം എന്ന് പറഞ്ഞാൽ താമസം കേട്ടോ, കാലതാമസം എന്ന് തന്നെ അർത്ഥം. കാലവിളംബം നമ്മുടെ ഈ അനുബന്ധനത്തെ സ്വാധീനിക്കും. അതായത് കൊച്ചു കുട്ടികളായിരിക്കുമ്പോൾ അവരോടൊരു കാര്യം പറഞ്ഞ് ശീലിപ്പിക്കാൻ നമ്മളെ സംബന്ധിച്ച് എളുപ്പമാണ്. പക്ഷേ കുറച്ചുകൂടി മുതിർന്നു കഴിഞ്ഞാൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇച്ചിരി പാടാണ്. നമ്മൾ പറയുന്നൊരു ചൊല്ലില്ലേ, കതിരെ കൊണ്ട് വളം വെക്കുക. കതിരെ കൊണ്ട് വളം വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യവുമില്ല അല്ലേ. അത് നെൽക്കതിരാകുമ്പം, അല്ലെങ്കിൽ അത് എന്താണ് നമ്മുടെ ചേറിൽ നെല്ല് വീണ് കിളുക്കുമ്പോൾ തൊട്ട് അതിനെ പരിചരിച്ചെങ്കിൽ മാത്രമേ നല്ല നെല്ല് കിട്ടുകയുള്ളൂ. അപ്പോഴാണ് വളമൊക്കെ പ്രോപ്പറായിട്ടുള്ള സമയത്ത് കൊണ്ടിട്ട് കൊടുക്കുക. അല്ലാതെ എല്ലാം കൊയ്ത് കഴിഞ്ഞ് കരയ്ക്ക് കയറി കഴിഞ്ഞിട്ട് കതിരിൻ്റെ മേളിൽ കൊണ്ട് വളം വെച്ചിട്ട് യാതൊരു കാര്യമില്ല, ആർക്കും യാതൊരു പ്രയോജനം വരത്തില്ല. എന്ന് പറഞ്ഞ പോലെ തന്നെ ചെറുപ്രായത്തിൽ പഠിപ്പിക്കേണ്ട, അല്ലെങ്കിൽ ചെറുപ്രായത്തിൽ ശീലിക്കേണ്ട ശീലങ്ങൾ കുട്ടികൾ എന്താണ് ആ ചെറുപ്രായത്തിൽ തന്നെ പഠിച്ചിരിക്കണം. അല്ലാതെ കാലം കഴിഞ്ഞു പോയിട്ട് ഒരു പ്രത്യേക പ്രായം കഴിഞ്ഞതിന് ശേഷം കുട്ടികളെ പഠിപ്പിക്കാൻ നോക്കിയാൽ അത് കുട്ടികൾ പഠിച്ചെടുക്കുകയില്ല. അതുകൊണ്ടാണ് പറയുന്നത് കാലവിളംബം അനുബന്ധനത്തെ സ്വാധീനിക്കുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ഈ 4 കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രധാനമായിട്ടുള്ള കണ്ടെത്തലാണ്. 1 പരിസരം, 2 ആവർത്തനം, 3 ഫലപ്രദമായിട്ട് നമുക്ക് ഉപയോഗിച്ചാൽ ഏത് തരം പ്രതികരണം രൂപപ്പെടുത്തിയെടുക്കാം, 4 കാലവിളംബം. കണ്ടോ, ഇങ്ങനെയുള്ള കോഡുകൾ മാത്രം ഓർത്താൽ മതി, മുഴുവൻ ഇരുന്ന് പഠിക്കണമെന്നില്ല. അടുത്തതാണ് ഇദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ പ്രസക്തി. നമുക്കറിയാം, നമ്മുടെ ഇംഗ്ലീഷും അതുപോലെയുള്ള ഹിന്ദി സബ്ജക്റ്റുകളൊക്കെ നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ നമ്മൾ എന്ത് കൊണ്ടുപോകുന്നുണ്ട്? ഫ്ലാഷ് കാർഡ്സ് ഉപയോഗിക്കും അല്ലേ. അതായത് ഇപ്പം നമ്മൾ മാംഗോ എന്ന് പറഞ്ഞ ഒരു ചിത്രം കുട്ടികളെ കാണിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? മാങ്ങയുടെ ഒരു പടം ഒരു സൈഡിൽ കാണിക്കും, അതിൻ്റെ മറുപുറത്ത് MANGO മാംഗോ, താഴെ മാങ്ങ എന്നിങ്ങനെ നമ്മൾ എഴുതി കൊണ്ടുപോകും. അത് വന്നത് എങ്ങനെയാണ്? അതൊരു അനുബന്ധനമാണ് ശരിക്കും പറഞ്ഞാൽ. ആ അനുബന്ധനം എവിടെ നിന്നാണ് വന്നത്? ഈ പറഞ്ഞ നമ്മുടെ വാട്സൻ്റെ തിയറിയിൽ നിന്നാണ് അങ്ങനെ ഒരു തിയറി വന്നത്. മിക്കപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യം അതാണ്. അതായത് നമ്മൾ ക്ലാസ് മുറിയിൽ കാണിക്കുന്ന ഫ്ലാഷ് കാർഡുകൾ കേട്ടോ, ക്ലാസ് മുറിയിൽ കാണിക്കുന്ന ഫ്ലാഷ് കാർഡുകൾ നമ്മുടെ ആരുടെ സിദ്ധാന്തത്തിന് ഉദാഹരണമാണ്? നമ്മുടെ JV വാട്സൻ്റെ സിദ്ധാന്തത്തിന് ഉദാഹരണമാണ്. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് പരിസരത്തിലൂടെ കുട്ടികൾ കൂടുതൽ കാര്യങ്ങൾ പഠിച്ചെടുക്കും. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ LP UP തലങ്ങളിലുള്ള ക്ലാസ്സുകളിൽ നമ്മൾ പ്രാവർത്തികമാക്കണം. ഓക്കെ, നോക്കിയേ, വിവിധ പഠന സന്ദർഭങ്ങൾ ഉചിതമായുള്ള ചോദ്യങ്ങൾ നൽകുന്നതിൻ്റെ ആവശ്യകത അനുബന്ധന സിദ്ധാന്തം മുൻപോട്ട് വെക്കുന്നു. കുട്ടികളിൽ നല്ല ശീലങ്ങൾ വളർത്താനും ദുശീലങ്ങൾ ഒഴിവാക്കാനും അനുബന്ധന പ്രക്രിയ പ്രയോജനപ്പെടുത്തും. ആണ് പറഞ്ഞത്. കാലവിളംബം സ്വാധീനിക്കുന്നു പറഞ്ഞല്ലേ. അതായത് നല്ല ശീലങ്ങൾ കൊച്ചുപ്രായം തൊട്ട് കുട്ടികളെ വളർത്തിയെടുക്കാം, ദുശീലങ്ങളാണെങ്കിലും കൊച്ചുപ്രായം തൊട്ട് വളർത്തിയെടുക്കാം. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടൊരു കോട്ടുണ്ട് പരീക്ഷയ്ക്ക് ചോദിച്ചായത്, നിങ്ങൾ ഒരു കൂട്ടം കുട്ടികളെ എനിക്ക് തരൂ. അതായത് കൊച്ചുപ്രായത്തിലാണ് ഇദ്ദേഹം പറഞ്ഞ ഇദ്ദേഹത്തിൻ്റെ ഒരു ഫേമസ് ആയിട്ടുള്ള കോട്ട് ഇതാണ്. അതായത് നിങ്ങൾ ഒരു പറ്റം കുട്ടികളെ എനിക്ക് തരൂ, ഞാൻ അവരുടെ പ്രായമോ വംശമഹിമയോ ക്രീഡോ ജെൻഡറോ റിലീജിയനോ മതമോ ഒന്നും നോക്കാതെ അവരെ നിങ്ങൾ പറയുന്നത് ഞാൻ ആക്കിത്തരാം. ഇൻ കേസ് പോലീസ് ആക്കണോ, ഡോക്ടർ ആക്കണോ, അതേപോലെ നമ്മുടെ എൻജിനീയർ ആക്കണോ, സയൻറ്റിസ്റ്റ് ആക്കണോ, അറ്റ്ലീസ്റ്റ് കള്ളനാക്കണോ, ഞാൻ അതുവരെ ആക്കിത്തരാമെന്ന് ഇദ്ദേഹം വെല്ലുവിളിച്ച ആൾക്കാരെ. കാരണം അദ്ദേഹത്തിൻ്റെ തിയറിയുടെ മനസ്സിലായി എന്താണ്, ഈ കൊച്ചു പ്രായത്തിൽ കുട്ടികൾക്ക് എന്ത് കൊടുത്താലും കുട്ടികൾ അത് എന്ത് ചെയ്യും? നല്ല പവറോടുകൂടി ഗ്രാസ്പ് ചെയ്തെടുക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ മുമ്പിലിരിക്കുന്ന LP UP തലങ്ങളിലുള്ള കുട്ടികളെ നമ്മൾ എന്ത് ചെയ്യണം? നല്ല ശീലങ്ങൾ അവർ കൊച്ചു പ്രായത്തോട്ട് വളർത്തിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. എങ്കിൽ മാത്രമേ അവർ നേരായ പാതയിലൂടെ, നൈസർഗികമായിട്ടുള്ള പാതയിലൂടെ, നൈതികമായിട്ടുള്ള പാതയിലൂടെ അവർ വളർന്നു വരികയുള്ളൂ. അപ്പോൾ ഇതുപോലുള്ള ശേഷികൾ, സാൻമാർഗികമായിട്ടുള്ള ശേഷികളൊക്കെ അവരിൽ ഒബ്വിയസ്ലി അവരറിയാതെ തന്നെ വളർന്നു വരും. അതാണ് ഇവിടെ അർത്ഥമാക്കിക്കൊണ്ട് പോകുന്നത് കേട്ടോ. സോ ആ കാര്യം ഓർത്ത്, അതുകൊണ്ടാണ് ഇദ്ദേഹം പറഞ്ഞത്. ആ കോട്ട ഒരിട്ടം ചോദിച്ചു കേട്ടോ. ഇപ്പം ഞാൻ പറഞ്ഞ കോട്ട, അതായത് നിങ്ങൾ ഒരു പറ്റം കുട്ടികളെ എനിക്ക് തരൂ, ഞാനിവിടെ വംശമഹിമയോ അതുപോലെ തന്നെ മതമോ ജാതിയോ വർഗമോ നിറമോ നോക്കാതെ അവരെന്താക്കി മാറ്റാം?
നിങ്ങൾ പറയുന്ന കാര്യം ഞാൻ ആക്കിത്തരാമെന്ന് അദ്ദേഹം പറഞ്ഞു. അതായത് പോലീസോ കള്ളനോ അതേപോലെ തന്നെ സയൻറ്റിസ്റ്റോ അതേപോലെ തന്നെ എഞ്ചിനീയറോ എന്താണാവോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ആ രീതിയിലേക്ക് ഞാൻ നിങ്ങളുടെ കുട്ടികളെ മാറ്റിത്തരാമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം അത്രയ്ക്ക് അദ്ദേഹം എൻ്റെ തിയറിയിലൂടെ അദ്ദേഹം അദ്ദേഹം തെളിയിച്ചായിരുന്നു. ഇതുപോലെ കൊച്ചു പ്രായത്തിൽ തന്നെ നമ്മുടെ കുട്ടികളുടെ വികാസത്തെ നമ്മൾ സ്വാധീനിച്ചാൽ അതിലേക്ക് നമ്മുടെ കുട്ടികൾ മാറുമെന്ന് അദ്ദേഹം തെളിയിച്ചു കേട്ടോ. അപ്പോൾ ആ കാര്യം പ്രത്യേകം ഓർത്തിരിക്കും കേട്ടോ. അപ്പോൾ ഈ ചോദ്യം ചോദിച്ചതാണ്, അതായത് ഇത് ശരിക്കുള്ള കോട്ട് ഇതാണ്: എനിക്ക് ആരോഗ്യകരമായ ഒരു ഡസൻ കുട്ടികളെ ശിശുക്കളെ തരൂ. അവരുടെ വംശമഹിമയോ ഇഷ്ടങ്ങളോ അഭിരുചികളോ കഴിവുകളോ പരിഗണിക്കാതെ അവരെ ആരെയും പരിശീലനത്തിലൂടെ ഡോക്ടറായോ നിയമജ്ഞനായോ കലാകാരനായോ കച്ചവടക്കാരനായോ എന്തിനേറെ കള്ളനായോ യാചകനായോ വരെ ഞാൻ മാറ്റിത്തരാം. കണ്ടോ എന്ത് കോൺഫിഡൻ്റ് ആയിട്ട് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഓർത്തിരിക്കണം, ശിശുവികാസത്തിൻ്റെ സ്വാധീനിക്കുന്ന ഒരു പ്രധാന ഘടകമായിട്ട് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ തിയറിയിലൂടെ തെളിയിച്ചതാണ് ഈ പറഞ്ഞ കാര്യം. ഈ പറഞ്ഞ കോട്ട് ചോദിച്ചു കേട്ടോ, ഓർത്തിരിക്കണം. അങ്ങനെ ആ കോട്ടയെ എടുത്ത് കാണിച്ചു തരാം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഉള്ളതാണ്. ഓക്കെ, നമ്മുടെ ഇതിനകത്ത് തന്നെ പറയുന്നതാണ് ഇദ്ദേഹം ഈ പറഞ്ഞ കാര്യം അതൊരു വട്ടം എടുത്ത് ചോദിച്ചത് കേട്ടോ. ഒരു വട്ടം ഈ പറഞ്ഞ തിയറി എടുത്ത് ചോദിച്ചതുമാണ് കേട്ടോ. 75 പേജ്. ഓക്കെ, കണ്ടോ അതോ JB വാട്സൻ്റെ അഭിപ്രായം കണ്ടോ? സ്ക്രീൻ കാണാവോ? കണ്ടോ, ഇദ്ദേഹം എടുത്ത് ചോദിച്ച ചോദ്യമാണ് കേട്ടോ. എനിക്ക് ആരോഗ്യകരമായ ഒരു ഡസൻ കുട്ടികളെ തരൂ. അവരുടെ വംശമഹിമയോ ഇഷ്ടങ്ങളോ അഭിരുചികളോ കഴിവുകളോ പരിഗണിക്കാതെ അവരിൽ ആരെയും പരിശീലനത്തിലൂടെ ഡോക്ടറായോ നിയമജ്ഞരായോ കലാകാരനായോ കച്ചവടക്കാരനായോ എന്തിനേറെ കള്ളനായോ യാചകനായോ ഞാൻ മാക്കിത്തരാം. കണ്ടോ, അത്രയ്ക്ക് കോൺഫിഡൻ്റ് ആയിരുന്നു അദ്ദേഹം തിയറിയിൽ. കണ്ടോ, അതുപോലെ അദ്ദേഹം അതിൻ്റെ തിയറിയിൽ അദ്ദേഹം ഉറച്ചു നിന്നിരുന്നു. കൊച്ചു പ്രായത്തിൽ കുട്ടികളെ കിട്ടിയാൽ ഞാനതെല്ലാം കുട്ടികളിൽ അടിച്ചേൽപ്പിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു കൊടുത്തു. എങ്ങനെയാണ്? കൃത്യമായ കണ്ടോ പരിശീലനത്തിലൂടെ. അവിടെയുണ്ട് കണ്ടോ, സ്റ്റിമുലസ് റെസ്പോൺസ് ബന്ധം ഉറപ്പിക്കണമെങ്കിൽ എന്തുണ്ടായിരിക്കണം? കൃത്യമായിട്ടുള്ള ഒരു റിപ്പീറ്റേഷൻ അവിടെ പറഞ്ഞുകൊണ്ടോ, ഒരു കൃത്യമായിട്ടുള്ള എക്സസൈസ് അവിടെ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഒരു പരിശീലനം അവിടെ ഉണ്ടായിരിക്കണം. അതാണ് ഇവിടെ ഉദ്ദേശിച്ചു വരുന്നത്. ഓക്കെ, അപ്പോൾ ആ കാര്യം പ്രത്യേകം ഓർത്തിരിക്കണം. JB വാട്സൻ്റെ ഈ കോട്ടും പരീക്ഷയ്ക്ക് ചോദിച്ചു കേട്ടോ. ഇത് ആരുടെ വാക്കുകളാണെന്ന് ചോദിച്ചിരുന്നു, ഓർത്തിരിക്കണം. ഇതും JB വാട്സൻ്റെ ഒരു വാക്കുകളാണ് കേട്ടോ. ഓക്കെ, അതുപോലെ അടുത്തുള്ള തിയറിയാണ് കുട്ടികൾ കാണുന്ന അനാവശ്യമായിട്ടുള്ള ഭീതി അനുബന്ധന ഫലമാണ്. കണ്ടോ, ഓർത്തിരിക്കണം. ഞാൻ പറഞ്ഞല്ലോ, കൊച്ചു ക്ലാസ്സിൽ നമ്മൾ കുട്ടികൾ കൊടുക്കുന്ന ഓരോ ചെറിയ പ്രവർത്തനങ്ങൾ പോലും അവരിൽ വലിയ എഫക്റ്റ് ഉണ്ടാക്കി മാറ്റാം. അതുകൊണ്ട് തന്നെ അനാവശ്യമായിട്ടുള്ള ഭീതി ഒഴിവാക്കി അവരെ സ്നേഹത്തിൻ്റെ പാതയിൽ നമ്മൾ കൊണ്ടുവരണം. ഓക്കെ, മൂന്നാമതായിട്ട് ഇതിന് നമുക്ക് എങ്ങനെ മാറ്റാം? കണ്ടോ, വിലോപം വഴി അതിനെ നമുക്ക് വേണമെങ്കിൽ മാറ്റിയെടുക്കാം. വേണമെങ്കിൽ ചോദിക്കാം, കുട്ടികളുണ്ടാകുന്ന അനാവശ്യമായിട്ടുള്ള ഭീതി ഒഴിവാക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം താഴെ പറയുന്നവയിൽ ഏതാണ്? അവിടെ വിലോപം ഉണ്ടെങ്കിൽ അതായിരിക്കും ഉത്തരം കേട്ടോ. വിലോപത്തിലൂടെ അല്ലെങ്കിൽ ചെറിയ വിലോപങ്ങളിലൂടെ നമുക്കതിനെ മാറ്റിയെടുക്കാൻ ശ്രമിക്കാം. അടുത്തതാണ് ഒരു കുട്ടിയിൽ അധ്യാപകൻ ശിക്ഷിക്കുമ്പോഴോ ശകാരിക്കുകയോ ചെയ്യുമ്പോൾ കുട്ടിയിലുണ്ടാകുന്ന ഭയം അധ്യാപകനുമായി അനുബന്ധിതമായി തീരുന്നു. നമ്മൾ മുമ്പേ പറഞ്ഞ 3ാം ക്ലാസ്സിലെ കുട്ടിയുടെ കാര്യം ഓർത്താൽ മതി. 3 ൽ 6 പോയ ഗണിതം ഭയമുള്ള കുട്ടിയുടെ കാര്യം ഓർത്താൽ മതി. ഇത് ഈ അധ്യാപകൻ പഠിപ്പിക്കുന്ന വിഷയത്തിലേക്ക് വ്യാപിക്കുന്നു. തുടർന്ന് ചോദക സാമാന്യവൽക്കരണത്തിലൂടെ നമ്മളോട് പറഞ്ഞ എക്സാമ്പിൾ കണ്ടോ, വീണ്ടും വന്നുകൊണ്ടോ, സ്റ്റിമുലസ് ജനറലൈസേഷനിലൂടെ കുട്ടി സ്കൂളിനെയും ക്ലാസ് മുറിയെയും മറ്റ് അധ്യാപകരെയും ഭയപ്പെടുന്നു. കണ്ടോ, മൊത്തത്തിൽ കുട്ടിക്ക് ഭയമാകും. സ്കൂളിൽ വരാനേ കുട്ടികൾക്ക് പേടിയായി തീരും. അതുകൊണ്ട് ഓർത്തിരിക്കണം, കുട്ടി സ്കൂളിനെയും മറ്റ് അധ്യാപകരെയും ക്ലാസ് മുറിയെയും സഹപാഠികളെല്ലാവരെയും തന്നെ കുട്ടികൾ എന്തായിട്ട് മാറും? ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് കുട്ടികൾ ഉണ്ടാക്കിയെടുക്കും. സോ കുട്ടികളോട് എങ്ങനെ പെരുമാറണം? നല്ല രീതിയിൽ നമ്മൾ പെരുമാറണം. അടുത്തതാണ് മിക്കപ്പോഴും പരീക്ഷയ്ക്ക് കണ്ടോ, ചിത്രപദ കാർഡുകൾ സംയോജിപ്പിച്ച് അവതരിപ്പിക്കുന്ന രീതിയിൽ അനുബന്ധനത്തിൻ്റെ സങ്കേതമാണ് ഉൾച്ചേർത്തിട്ടുള്ളത്. ഒരുപാട് ആവർത്തി ചോദിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ ഈ പറഞ്ഞ ചിത്രപദ കാർഡുകൾ നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ കൊച്ചു ക്ലാസ്സിൽ നമ്മൾ നമ്മൾ പഠിപ്പിക്കാൻ പോകുന്നത് എലഫൻറ്റ് ഇല്ലേ, 1ാം ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിപ്പിക്കുന്നത്, 1 2 നമ്മൾ പഠിപ്പിക്കുന്നത് അല്ലേ, 2ാം ക്ലാസ്സിലാണ് വെജിറ്റബിൾസ് ഒക്കെ നമ്മൾ പഠിപ്പിക്കുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ളപ്പം എലഫൻറ്റ് ELEPHANT എന്ന് പറഞ്ഞ സ്പെല്ലിങ് നമ്മൾ കാണിക്കുന്നു. തൊട്ട് പുറകിൽ ആനയുടെ പടം നമ്മൾ കാണിക്കുന്നു. അതിന് താഴെ ആന എന്ന് നമ്മൾ മലയാളത്തിലും എഴുതി വെക്കുന്നു. അപ്പോൾ കുട്ടികൾക്ക് മനസ്സിലായി ഇതാണ് സംഭവം അല്ലേ. അപ്പം ആന ആണിത്. അതിൻ്റെ ചിത്രത്തിൻ്റെയും പദത്തിലൂടെയും ചിത്രം വഴിയും പദങ്ങൾ വഴിയും സംയോജിപ്പിച്ച് അവതരിപ്പിച്ചാൽ സംയോജിപ്പിച്ച് നമ്മൾ ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് അവതരിപ്പിച്ചാൽ അവിടെ അനുബന്ധനത്തിൻ്റെ സങ്കേതം നമ്മൾ ഉൾച്ചേർക്കുന്നു. പിന്നെ അതുപോലെ തന്നെ
രണ്ട് പ്രക്രിയകൾ ഒരുമിച്ച് സംഭവിക്കുമ്പോൾ അവ തമ്മിൽ ബന്ധിതമായി തീരുന്നു. നമ്മൾ മുമ്പേ പറഞ്ഞ പ്രോസസ് ഓർത്താൽ മതി. അതായത് നമ്മൾ ഒരിടത്ത് ചിത്രം കാണിക്കുന്നു, മറ്റേടത്ത് നമ്മൾ പദം കാണിക്കുന്നു. അപ്പോൾ അവിടെ എന്തുണ്ടായി? രണ്ട് പ്രക്രിയകൾ നമ്മൾ ഒന്നിച്ച് സംഭവിപ്പിക്കുന്നു. അപ്പോൾ അതെന്താവും? അവ തമ്മിൽ കണക്ഷനാവും അല്ലെങ്കിൽ ബന്ധമായി തീരും. പഠനത്തിലെ ഋജു രീതി പ്രവർത്തിക്കുന്നത് ഇത്തരത്തിലാണ്. എണ്ണം പഠിക്കൽ, ഭാഷയിലെ പുതിയ പദങ്ങൾ സ്വായത്തമാക്കൽ. നോക്കണം കേട്ടോ, എണ്ണം പഠിക്കാൻ, അതുപോലെ തന്നെ ഭാഷയിലെ പുതിയ പദങ്ങൾ, പുതിയ വൊക്കാബുലറീസ് പഠിക്കാൻ, ആജ്ഞകളിലൂടെയും അനുഭവങ്ങളിലൂടെയുമുള്ള പഠനം എന്നിവ ഉദാഹരണങ്ങളായി ചൂണ്ടിക്കാണിക്കാവുന്നവയാണ്. കണ്ടോ? അപ്പോൾ ഓർത്തിരിക്കണം, ഇതിനൊക്കെ വേണമെങ്കിൽ ഇങ്ങനെ ചോദിക്കാം. കുട്ടികൾ എണ്ണം പഠിക്കൽ, ഭാഷയിലെ പുതിയ പദങ്ങൾ സ്വായത്തമാക്കൽ, ആജ്ഞകളിലൂടെയും അനുഭവങ്ങളിലൂടെയുള്ള പഠനം എന്നിവ ഏത് രീതിയിലൂടെ നമുക്ക് കുട്ടികളിലേക്ക് കൊണ്ടുവരാം? അവിടെ വരേണ്ട ഏതാണ്? ഋജു രീതി കേട്ടോ. പഠനത്തിലെ ഋജു രീതിയിലൂടെ അല്ലെങ്കിൽ നമ്മുടെ പഠനത്തിലെ അനുബന്ധന രീതിയിലൂടെയാണ് ഇത് നമ്മൾ എന്താക്കി മാറ്റേണ്ടത്? കുട്ടികളിലേക്ക് എത്തിക്കേണ്ടത്. അപ്പോൾ ഓർത്തിരിക്കണം, എന്താണ് ഋജു രീതി? രണ്ട് പ്രക്രിയകൾ നമ്മൾ ഒരുമിച്ച് കണക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ഒരുമിച്ച് നമ്മൾ ബന്ധിപ്പിക്കുന്ന രീതിക്ക് പറയുന്ന പേരാണ് ഋജു രീതി എന്ന് പറയുന്നത്. അടുത്തതാണ് നമ്മുടെ തോണ്ടയ്ക്ക് ഒരു കാര്യം കൂടിയുണ്ട്. കുട്ടിയുടെ ശ്രദ്ധ ബാധിക്കുന്ന അല്ലെങ്കിൽ അനുയോജ്യമല്ലാത്ത പരിസ്ഥിതിയും അനുബന്ധ വിധേയമാക്കും. അതുകൊണ്ട് സമാധാനപരമായ അന്തരീക്ഷം നിറഞ്ഞ സ്ഥലത്ത് ക്ലാസ്സുകളും സ്കൂളുകളും സ്ഥാപിക്കണം. നമ്മൾ കണ്ടില്ലേ, സ്കൂളിൻ്റെ എല്ലാം പരിസരത്ത് നോ ഹോൺ എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട് ഇല്ലേ, വഴിസൈഡിലുള്ള സ്കൂളിൻ്റെയൊക്കെ അവിടെ. അതുപോലെ തന്നെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, ഒരു 75% സ്കൂളുകളും എന്താണ്, ഉൾ ഏരിയയിലായിട്ട് മെയിൻ റോഡിലല്ലാതെ കുറച്ചുകൂടി അകത്തേക്ക് കയറിയായിരിക്കും ഇരിക്കുന്നത്. കാരണം ഇതേപോലെ തന്നെ സമാധാനപരമായ ഒരു അന്തരീക്ഷം നമ്മുടെ പഠനാന്തരീക്ഷം നമ്മൾ കുട്ടികൾക്ക് ഒഴിക്കേണ്ടതായിട്ടുണ്ട്. അല്ലാത്ത പക്ഷം എന്താണ്, കുട്ടികളുടെ ശ്രദ്ധ മാറിപ്പോകാനും അവർ ലേൺ ചെയ്യുന്ന അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ എൻവയോൺമെൻറ്റ് എന്താണ്, അവർക്ക് നെഗറ്റീവ് ആയിട്ടുള്ളൊരു ഇതിലേക്ക് വർക്ക് ഓൺ ആവുകയും ചെയ്യും. അതുകൊണ്ടാണത് നമ്മൾ അങ്ങനെ ഒരു കാര്യത്തിലേക്ക് വന്നത് കേട്ടോ. ഓക്കെ, അടുത്താണ് തോണ്ടയ്ക്ക്. അടുത്ത വ്യക്തിയാണ് തോണ്ടയ്ക്ക്. ആരാണ്? നമ്മുടെ എഡ്വേർഡ് ലീ തോണ്ടയ്ക്ക്. അമേരിക്കയിലെ കൊളംബിയയിലെ സർവകലാശാലയിലെ പ്രൊഫസറായിരുന്നു. പ്രസക്തമായിട്ടുള്ള കൃതികളാണ് ആനിമൽ ഇൻ്റലിജൻസ്, ദി സൈക്കോളജി ഓഫ് അരിത്തമെറ്റിക്, ഹ്യൂമൻ ലേണിംഗ്. അതുപോലെ തന്നെ ഇദ്ദേഹമാണ് ശ്രമപരാജയ സിദ്ധാന്തത്തിൻ്റെ വക്താവ് കേട്ടോ. ട്രയൽ ആൻഡ് റെമഡിയുടെ തിയറിയുടെ വക്താവ് ഇദ്ദേഹമാണ്. പരീക്ഷണം നടത്തിയത് പപ്പാവായ പൂച്ചയിലാണ് ഇദ്ദേഹം പരീക്ഷണം നടത്തിയത്. അതുപോലെ തന്നെ ബോൺ തിയറി കേട്ടോ, ഇദ്ദേഹത്തിൻ്റെ മറ്റൊരു തിയറിയാണ് ബോൺ തിയറി അഥവാ ബന്ധസിദ്ധാന്തം എന്ന് മലയാളത്തിൽ പറയും കേട്ടോ. ബന്ധസിദ്ധാന്തം അതായത് അല്ലെങ്കിൽ ബോൺ തിയറി. സൈക്കോളജി എന്ന് പറഞ്ഞ വിഷയം നമുക്ക് PSC പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ മിക്കപ്പോഴും അതിൻ്റെ ബ്രാക്കറ്റിനകത്ത് അതിൻ്റെ ഇംഗ്ലീഷ് ടേംസും കാണും കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. സൈക്കോളജിക്ക് മാത്രം, വേറൊരു സബ്ജക്റ്റിനും ഇല്ല. സൈക്കോളജിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ നിരീക്ഷിച്ചാൽ മനസ്സിലാവും. സൈക്കോളജിയുടെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ബ്രാക്കറ്റിൽ അതിൻ്റെ ഒരു ഇംഗ്ലീഷ് ടേമും നിങ്ങൾക്ക് പ്രൊവൈഡ് ആക്കി തരും. അതുകൊണ്ട് തന്നെ ഇൻ കേസ് നിങ്ങൾക്ക് മലയാളം ഓർമ്മ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ എന്താണ്, ഇംഗ്ലീഷ് വാക്ക് നിങ്ങൾ നോക്കുക. സൈക്കോളജിയുടെ 2 ടേമും പഠിക്കണം. പക്ഷേ ബാക്കി സബ്ജക്റ്റുകൾ സയൻസ് ആണെങ്കിലും മാത്സ് ആണെങ്കിലും സോഷ്യൽ ആണെങ്കിലും മലയാളമാണെങ്കിലും അതിൻ്റെ ഒന്നും ഇംഗ്ലീഷ് ബ്രാക്കറ്റിൽ തരത്തില്ല കേട്ടോ. അത് ഡയറക്റ്റായിട്ട് മലയാളത്തിൽ തന്നെ തരത്തുള്ളൂ. പക്ഷേ സൈക്കോളജിക്ക് മാത്രം ഒരു എക്സ്പ്രഷൻ ഉണ്ട്. അതിൻ്റെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം തന്നെ ഗ്രൂപ്പിൽ ഫോർവേഡ് ആക്കിയതാണ്. എന്നത്തെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. സൈക്കോളജി പാർട്ടിൽ മാത്രം എന്താണ്, ഓരോന്നിൻ്റെയും ബ്രാക്കറ്റിനകത്ത് കൃത്യമായിട്ടുള്ള ഇംഗ്ലീഷും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. സോ വി ആർ സേഫ് ഫോർ ദെയർ. അതുകൊണ്ട് തന്നെ ഓർത്തിരിക്കണം, ട്രയൽ ആൻഡ് റെമഡിയുടെ സിദ്ധാന്തം, അതുപോലെ തന്നെ ബോൺ തിയറി അല്ലെങ്കിൽ ബന്ധസിദ്ധാന്തം ഇദ്ദേഹമാണ്, തോണ്ടയ്ക്കാണ് ഇദ്ദേഹത്തിൻ്റെയൊക്കെ വ്യക്തമായിട്ട് അറിയപ്പെടുന്നത്. പരീക്ഷണം നടത്തിയത് പൂച്ചയിലാണ്, പ്രശ്നപഠനത്തിലെ പൂച്ച. അദ്ദേഹത്തിൻ്റെ പ്രധാനമായിട്ടുള്ള പഠന നിയമങ്ങൾ എന്തൊക്കെയായിരുന്നു? നമുക്കറിയാം, 3 എണ്ണം ഉണ്ട്. സന്നദ്ധതാ നിയമം, ആവർത്തന നിയമം അഥവാ അഭ്യാസ നിയമം, ഫല നിയമം അഥവാ പരിണാമ നിയമം. ഓർത്തിരിക്കണം, 3 ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് അദ്ദേഹത്തിൻ്റെ 3 നിയമങ്ങളായിട്ട് പറയുന്നത്? നമ്മുടെ തോണ്ടയ്ക്കിൻ്റെ പ്രാഥമിക പഠന നിയമങ്ങളിൽ പെടാത്തതേത് അല്ലെങ്കിൽ ഇതിലെങ്ങനെ വേണേലും ചോദ്യങ്ങൾ ആവർത്തിച്ച് ചോദിക്കാം. അപ്പോൾ ഓർത്തിരിക്കണം, സന്നദ്ധതാ നിയമം, ആവർത്തന നിയമം, ഫല നിയമം, ലോ ഓഫ് റീഡ്നെസ്, ലോ ഓഫ് എക്സൈസ് ആൻഡ് ലോ ഓഫ് എഫക്റ്റ് കേട്ടോ. ആവർത്തന നിയമത്തിൻ്റെ മറ്റൊരു പേരാണ് അഭ്യാസ നിയമം. ഫല നിയമത്തിൻ്റെ മറ്റൊരു പേരാണ് പരിണാമ നിയമം. അല്ലെങ്കിൽ നമ്മൾ പഠിച്ചില്ല, പരിണാമ സിദ്ധാന്തമൊക്കെ പഠിച്ചില്ലായിരുന്നു ഡാർവിൻ്റെ. അതുപോലെ തന്നെ പരിണാമ നിയമം, എഫക്റ്റ് ഓഫ് ലോ ഓഫ് എഫക്റ്റ് എന്ന് പറയും. ഇനിയും ഈ 3 നിയമങ്ങളെ തോണ്ടയ്ക്കിൻ്റെ പഠന നിയമ ത്രയം അല്ലെങ്കിൽ ത്രിയോളജി ഓഫ് ലേണിംഗ് എന്ന് വിളിക്കുന്നു. അതായത് പഠനം അതായത് 3 കാര്യങ്ങളുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ പഠന നിയമത്രയം അല്ലെങ്കിൽ ത്രിയോളജി ഓഫ് ലേണിംഗ് എന്ന് വിളിക്കാറുണ്ട്. അപ്പോൾ ഓർത്തിരിക്കണം, പഠനത്തിലെ പ്രാഥമിക പഠന നിയമങ്ങൾ കൊണ്ടുവന്ന വ്യക്തി, ശ്രമപരാജയത്തിൻ്റെ ഉപജ്ഞാതാവ്,
അതുപോലെ തന്നെ ത്രിയോളജി ഓഫ് ലേണിംഗ് കൊണ്ടുവന്ന വ്യക്തി, അതുപോലെ തന്നെ സംബന്ധ സിദ്ധാന്തത്തിൻ്റെ വക്താവ്, ബന്ധ സിദ്ധാന്തത്തിൻ്റെ വക്താവ്, അതുപോലെ തന്നെ ബോൺ തിയറിയുടെ വക്താവ് എല്ലാം തന്നെ ആരാണ്? ഒറ്റ ഉത്തരം തോണ്ടേക്ക് കേട്ടോ. ഇത്രയും കാര്യങ്ങൾ പല ആവർത്തി അവിടെ ഇവിടെയൊക്കെ ചോദ്യം പേപ്പർ ചോദിച്ചിട്ടുണ്ട്, ഓർത്തിരിക്കണം. പ്രാഥമിക പഠന നിയമങ്ങൾ കൊണ്ടുവന്നത്, അതുപോലെ തന്നെ ശ്രമപരാജയ സിദ്ധാന്തത്തിൻ്റെ വക്താവ്, അതിൻ്റെ തന്നെ ഇംഗ്ലീഷാണ് ട്രയൽ ആൻഡ് മെത്തേഡിൻ്റെ വക്താവ്, അതുപോലെ തന്നെ ബന്ധ സിദ്ധാന്തത്തിൻ്റെ വക്താവ്, ബോൺ തിയറി കേട്ടോ, ബന്ധ സിദ്ധാന്തത്തിൻ്റെ ഇംഗ്ലീഷാണ് ബോൺ തിയറി, അതുപോലെ തന്നെ സംബന്ധവാദം കേട്ടോ, സംബന്ധവാദവും അദ്ദേഹത്തിൻ്റെ മറ്റൊരു തിയറിയാണ് കേട്ടോ. ഈ സംബന്ധവാദം തന്നെ ബോൺ തിയറിയുടെ തന്നെ മറ്റൊരു മലയാളം പേരാണ്, അതും ക്വസ്റ്റ്യൻ പേപ്പർ അവിടെ ഇവിടെയൊക്കെ കണ്ടിട്ടുണ്ട്, ഓപ്ഷൻ അത് കണ്ടിട്ടുണ്ട് കേട്ടോ. ഓർത്തിരിക്കണം, സംബന്ധവാദം, ബന്ധ സിദ്ധാന്തം, ബോൺ തിയറി, ശ്രമപരാജയം, ഇത്രയുമാണ് ഇദ്ദേഹത്തിൻ്റെ പ്രധാനമായിട്ടുള്ള വക്താവായിട്ട് അറിയപ്പെടുന്നത്. പിന്നെ അതുപോലെ ഇദ്ദേഹത്തിൻ്റെ 3 പഠന നിയമങ്ങളാണ്, പ്രാഥമികമായിട്ടുള്ള പഠന നിയമങ്ങളാണ് സന്നദ്ധ നിയമം, അതുപോലെ തന്നെ ആവർത്തന നിയമം, ഫല നിയമം. ഓക്കെ, എന്താണ് സന്നദ്ധ നിയമം പറയുന്നത്? ഏതൊരു പ്രവർത്തനം ആവർത്തിക്കുന്നു, അല്ലെങ്കിൽ ഏതൊരു പ്രവർത്തനത്തിനും എന്ത് വേണം? ഒരു സന്നദ്ധത വേണം. ഇപ്പോൾ ഒരു കുട്ടി അല്ലെങ്കിൽ ഒരാൾ സന്നദ്ധനായിരിക്കുമ്പോൾ അദ്ദേഹത്തിനോടൊരു കാര്യം പറഞ്ഞു കൊടുത്താൽ കുട്ടികളത് പെട്ടെന്ന് കേൾക്കും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ആദ്യത്തെ അല്ലേ. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം, ഇങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം, ഇത് നമ്മുടെ സ്കൂളുകളിൽ നമ്മൾ ക്ലാസ് തുടങ്ങിയാൽ ആദ്യമേ വെക്കുന്ന സബ്ജക്റ്റിനോട് കുട്ടികൾക്കൊരു പ്രത്യേക ഇഷ്ടം കാണും. കാരണം എന്താണ്? ആദ്യത്തെ സ്കൂൾ കുട്ടികൾ ഫ്രഷായിട്ട് സ്കൂളിലേക്ക് വന്നിരിക്കുമ്പോൾ അവർക്ക് പഠിക്കാനൊരു ത്വരയോടുകൂടി വന്നിരിക്കുന്നത്. ആദ്യത്തെ ഒരു 10-15 മിനിറ്റോളം കുട്ടികൾ ശ്രദ്ധിക്കും. അപ്പോൾ ഏത് സബ്ജക്റ്റാണ് പഠിപ്പിക്കുന്ന ആ സബ്ജക്റ്റിനോട് കുട്ടികൾക്കൊരു ഇഷ്ടം കാണും. അതുകൊണ്ട് തന്നെ മിക്ക സ്കൂളുകളിലും മാത്സ്, അതുപോലെ തന്നെ ഈ പറഞ്ഞ സയൻസ്, അതുപോലെ തന്നെ സോഷ്യൽ സബ്ജക്റ്റുകളായിരിക്കും ആദ്യത്തെ ആയിട്ട് തന്നെ നമ്മൾ കൊടുക്കുന്നത്. കാരണം ആ ഒരു മൊമെൻറ്റിൽ അവർക്ക് സന്നദ്ധരായിരിക്കും. ആ ഒരു ടൈമിൽ നമ്മൾ പാടുള്ള വിഷയങ്ങൾ എന്ത് കൊടുത്താലും കുട്ടികളത് പഠിച്ചെടുക്കും. അതുകൊണ്ടാണ് ഏതൊരു പ്രവൃത്തി ചെയ്യാനും എല്ലാവർക്കും ഒരു സന്നദ്ധത ആവശ്യമാണെന്ന് പറയുന്നത്. അതാണ് അദ്ദേഹം ആദ്യമായിട്ട് പറഞ്ഞത്. രണ്ടാമത്തേത് ആവർത്തന നിയമം. ഈ സന്നദ്ധനായിരിക്കുമ്പോൾ അദ്ദേഹം അല്ലെങ്കിൽ ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു വ്യക്തി മനസ്സിലാക്കിയ കാര്യങ്ങൾ അദ്ദേഹം ആ ജീവിതത്തിൽ വീണ്ടും വീണ്ടും ആവർത്തിച്ചാൽ അല്ലെങ്കിൽ അഭ്യസിച്ചാൽ അത് എന്ത് ചെയ്യും? ദൃഢമാകും. എന്ത് ബന്ധം? നമ്മുടെ SR ബന്ധം, ചോദക സാമാന്യവൽക്കരണം ദൃഢമാകും. ചോദക സാമാന്യവൽക്കരണമായിട്ടുള്ള ബന്ധം ദൃഢമായിട്ട് മാറും കേട്ടോ. അപ്പോൾ ഓർത്തിരിക്കണം, ഈ പറഞ്ഞ സന്ദർഭവും അതിനോടുള്ള പ്രതികരണവും ആവർത്തിക്കും തോറും സ്റ്റിമുലസ് റെസ്പോൺസ് ബന്ധം ദൃഢമാകും. അഭ്യാസം കൊണ്ട് ഈ നൈപുണ്യങ്ങൾ നമുക്ക് വികസിപ്പിക്കുകയും അഭ്യസിക്കാതിരുന്നാൽ ഇത് നമുക്ക് ക്ഷയിച്ചു പോവുകയും ചെയ്യും. അതുപോലെ തന്നെ മൂന്നാമത്തെയാണ് ഫല നിയമം അഥവാ പരിണാമ നിയമം, ലോ ഓഫ് എഫക്റ്റ് എന്ന് പറയും. ഒരു പ്രവർത്തനത്തിൻ്റെ ഫലം തൃപ്തികരമാണെങ്കിൽ അല്ലേ, സന്തോഷകരമായി മാറിയാൽ അത് വീണ്ടും വീണ്ടും അതിലേക്ക് പ്രവർത്തിക്കാനായിട്ട് നമ്മളെ കൊണ്ട് തോന്നും. നിങ്ങളിപ്പോൾ സിമ്പിളായിട്ട് നമ്മുടെ എക്സാമ്പിൾ തന്നെ എടുക്കാം. ഇപ്പം അല്ലേ, നമുക്ക് DLED പഠിച്ചു, +2 കഴിഞ്ഞു, DLED പഠിച്ചു, അല്ലെങ്കിൽ TTC പഠിച്ചു, B.Ed പഠിച്ചു. നമ്മൾ അതിനുശേഷം നമുക്ക് മനസ്സിലായി ഇത് പഠിച്ചാൽ മാത്രം പോരാ, കേറ്ററ്റ് എന്ന് പറഞ്ഞ കടമ്പ കിടക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? അതിനുവേണ്ടി നമ്മൾ സന്നദ്ധരായിരിക്കുന്നു അല്ലേ. കേറ്ററ്റ് എന്ന് പറഞ്ഞ എക്സാം പാസ്സാണ്, അതിന് നമ്മൾ സന്നദ്ധരായിരുന്നു. നമ്മൾ എന്ത് ചെയ്തു? സന്നദ്ധനായിരിക്കുമ്പോൾ നമ്മൾ ആവർത്തിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ തന്നെ നമ്മൾ കേറ്ററ്റ് പരീക്ഷ പാസ്സായി. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇതെന്നെ കൊണ്ട് എടുക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലായി എന്താണ്? ഇത് നമുക്ക് ഫലത്തിലേക്ക് എത്തിക്കണമെങ്കിൽ വീണ്ടും ഒരു പരീക്ഷ പാസ്സാകണം, PSC. അതിനാണ് നമ്മൾ PSC പഠിക്കേണ്ടത്. അപ്പോൾ നമ്മളെല്ലാം എന്താണ് ഈ പറഞ്ഞ സന്നദ്ധരായിട്ടിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ തുടങ്ങി നമ്മുടെ അഭ്യാസത്തിലൂടെ അതിൽ ആവർത്തിച്ച് നമ്മൾ എങ്ങോട്ട് വന്നു? ഫല നിയമത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ എന്താണ് നമ്മുടെ ഫലം പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അടുത്ത പരീക്ഷയായിട്ടുള്ള നമുക്കറിയാം സർവീസിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് KSR, KER ഇതുപോലുള്ള എക്സാംസ് നമുക്ക് പാസ്സാകണമെന്ന് മനസ്സിലാവും. അപ്പോൾ നമുക്ക് പ്രൊമോഷനും ഇൻക്രിമെൻറ്റും കാര്യങ്ങളെല്ലാം കൂടുതലായിട്ട് കിട്ടുമെന്ന് മനസ്സിലാവും. അപ്പോൾ നമ്മൾ അതിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യും. ഇങ്ങനെ നമ്മൾ ഓരോ കാര്യങ്ങൾ നമുക്കിങ്ങനെ ഫലത്തിൽ നമുക്ക് പോസിറ്റീവായിട്ട് വന്നാൽ നമ്മളിങ്ങനെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ടോ ഒരു ഫലത്തിൻ്റെ ഫലം തൃപ്തികരവും സന്തോഷകരമായിരുന്നാൽ വീണ്ടും വീണ്ടും പ്രവർത്തനത്തിൽ ഏർപ്പെടാൻ ഒരു വ്യക്തിയെ പ്രേരിപ്പിക്കുന്നു. അപ്പോൾ SR ബന്ധത്തിൻ്റെ ശക്തി വർദ്ധിക്കും തോറും എന്താണ് കുറയുന്നതും അതിൻ്റെ അനന്തര ഫലങ്ങളെ ആശ്രയിച്ചാണ്. അപ്പം നമുക്ക് പഠിക്കാനായിട്ടൊരു മടി കാണാം അല്ലേ. നമുക്കിപ്പോൾ വലിയ പ്ലാനിങ് ഒക്കെ ആയിരിക്കും അല്ലേ. രാത്രി ഇച്ചിരി താമസിച്ച് കിടന്നാലും കുഴപ്പമില്ല, രാവിലെ നേരത്തെ എണീക്കാം. പക്ഷേ രാവിലെ എണീക്കത്തില്ല. പിന്നെ നമ്മൾ ഓർക്കും കുഴപ്പമില്ല, ഇത്ര സമയം പോയില്ലേ, ബാക്കി സമയം പഠിക്കാം. പക്ഷേ നടക്കത്തില്ല അല്ലേ. ഫോണൊക്കെ തോണ്ടി റീൽസൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ നമ്മൾ ഓർത്തിരിക്കണം, നമ്മുടെ ഫല നിയമത്തിൻ്റെ എഫക്റ്റ് അവിടെ കുറഞ്ഞു വരുന്നുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പോസിറ്റീവായിട്ട് തന്നെ എടുക്കണം, സംഭവങ്ങളെല്ലാം മാറ്റി വെക്കണം, പരീക്ഷ അടുത്തു എന്ന് മനസ്സിലാക്കണം. അതിൻ്റേതായിട്ടുള്ള എന്താണ് നമ്മുടെ ഒരു നമ്മൾ പറയത്തില്ല, അതിൻ്റേതായിട്ടുള്ളൊരു ഇതിനോടെ, അതായത് നല്ലൊരു പോസിറ്റീവായിട്ടുള്ള തിങ്ങാണ് സംഭവിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ നല്ലൊരു പോസിറ്റീവായിട്ട് റിസൾട്ട്
എനിക്ക് വരാൻ പോവുകയാണെന്നുള്ള മനോഭാവത്തോടെ അതിനെ നേരിട്ടാൽ ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഓർത്തിരിക്കണം, ഈ 3 നിയമങ്ങളാണ് അദ്ദേഹം മുൻപോട്ട് വെച്ചത്. സന്നദ്ധത, ആവർത്തന, ഫലം. കേട്ടോ, സന്നദ്ധനായിരിക്കുമ്പോൾ നമ്മൾ കാര്യങ്ങൾ കൊടുത്ത് അതിനെ ആവർത്തിച്ച് അഭ്യസത്തിലൂടെ കൊണ്ടുവന്നാൽ അത് നല്ലൊരു പരിണാമത്തിലേക്ക് വരും, അല്ലെങ്കിൽ നല്ലൊരു ഫലത്തിലേക്ക് വരും. ഇതാണ് തോണ്ടയ്ക്ക് മുൻപോട്ട് കൊണ്ടുവന്ന തിയറി. ഇനിയും ഇദ്ദേഹത്തിൻ്റെ ക്ലാസ് റൂം പ്രസക്തി മുമ്പേ പറഞ്ഞ പോലെ തന്നെ സ്റ്റിമുലർ ആയിട്ട് വരുന്നതാണ്. ഉണ്ടോ, പഠന പ്രവർത്തനത്തിന് കുട്ടികളെ സജ്ജരാക്കുക എന്നാണ് പ്രധാനമായിട്ടുള്ള കർത്തവ്യം. അതുകൊണ്ട് തന്നെ സന്ദർഭോചിത ആഖ്യാനങ്ങൾ, കേസുകൾ, മുന്നറിവ് ചോദ്യങ്ങൾ, അനൗപചാരിക സംഭാഷണങ്ങൾ തുടങ്ങിയ സജ്ജീകരണ പ്രവർത്തനങ്ങൾ പ്രധാനമാണ്. അതുകൊണ്ടാണ് നമുക്കറിയാലോ, വേണമെങ്കിൽ നമ്മൾ ചോദിക്കാൻ പറ്റിയ ചോദ്യമാണ്. നമ്മളെ ടീച്ചർ മാനുവലൊക്കെ നമ്മൾ ആദ്യം എഴുതുന്ന എന്താണ്, പ്രാരംഭ പ്രവർത്തനം നമ്മൾ എഴുതുന്ന എന്താണ്, നമ്മൾ കുറച്ച് റാൻഡം ക്വസ്റ്റ്യൻസ് ചോദിക്കുക അല്ലേ. അതായത് നമ്മൾ പഠിപ്പിക്കാൻ പോകുന്ന സിലബസുമായിട്ട് നമ്മൾ ചില റാൻഡം ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അതായത് കുട്ടികളെ പഠനത്തിലേക്ക് നമ്മൾ സന്നദ്ധരാക്കുകയും അല്ലെങ്കിൽ നമ്മൾ എൻഗേജ് ആക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇത് ആരുടെ തിയറി വന്നാണ്? നമ്മുടെ തോണ്ടയ്ക്കിൻ്റെ തിയറി വരി വന്ന കേട്ടോ. വേണമെങ്കിൽ ചോദിക്കാം. നമ്മൾ ഈ ടീച്ചർ മാനുവൽ എഴുതുമ്പോൾ നമുക്കറിയാമല്ലോ, നമ്മൾ കുട്ടികളെ അതിലേക്ക് ആദ്യം നമ്മൾ സജ്ജരാക്കേണ്ടതുണ്ടല്ലോ. ആദ്യമേ ചെന്നപാടെ പഴയ ടീച്ചർമാരെ പോലെ നോട്ട് ബുക്ക് എടുത്തോ, ടെക്സ്റ്റ് ബുക്ക് എടുത്തോ, ബോർഡ് നിറച്ച് എഴുതിയിട്ടോ ടേക്ക് ദിസ് ഡൗൺ എന്ന് പറഞ്ഞ പരിപാടിയല്ല ഇപ്പം. പകരം കുട്ടികളെ ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആയിട്ടും ശിശു കേന്ദ്രീകൃതമായിട്ടൊക്കെ നമ്മൾ പാഠഭാഗം മുമ്പോട്ട് കൊണ്ടുപോകുമ്പം ഇതുപോലെ കുട്ടികളെ എൻഗേജ് ആക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ഓരോ കാര്യങ്ങൾ കുട്ടികൾക്ക് കൊടുക്കുവാനായിട്ട്. അതുപോലെ തന്നെ പഠനാശയങ്ങൾ ഉറപ്പിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള പഠനാനുഭവങ്ങൾ ആവർത്തിച്ച് ഉപയോഗിക്കണം. കണ്ടോ, LP UP തലങ്ങൾ പ്രത്യേകിച്ച് പറയുന്ന ആവർത്തിച്ച് നമ്മൾ ഉപയോഗിക്കണം. എങ്കിൽ മാത്രമേ കുട്ടികളുടെ മനസ്സിൽ അത് നിൽക്കുകയുള്ളൂ. പിന്നെ പഠന പ്രവർത്തനവും അതിൻ്റെ ഫലവും ആഹ്ലാദകരമായിരുന്നാൽ പഠനാശയം ഉറക്കുക മാത്രമല്ല, തുടർന്നുള്ള പ്രവർത്തനങ്ങളിൽ സജീവ പങ്കാളിത്തം നമുക്ക് ഉറപ്പിക്കാനായിട്ടാകും. കണ്ടോ, ഒരു ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്. അടുത്ത, ഒരു പ്രശ്നം പരിഹരിക്കുന്ന സ്വന്തമായിട്ടുള്ള നിരവധി മാർഗ്ഗങ്ങൾ പരിശോധിച്ച് നോക്കാൻ കുട്ടികൾക്ക് അവസരം നൽകണം. കണ്ടോ, ട്രയൽ ആൻഡ് മെത്തേഡ്. മിക്കപ്പോഴും ഇത് ഗണിതം അതുപോലെ തന്നെ സയൻസ് സബ്ജക്റ്റുകൾക്കാണ് കൂടുതലായിട്ട് ഇത് പ്രാവർത്തികമാകുന്നത്. അപ്പം ആ സബ്ജക്റ്റ് നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു രീതിയിലൂടെ അല്ലാതെ മറ്റ് പല രീതിയിലൂടെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നുവെന്ന് കുട്ടികളെ കൊണ്ട് നമ്മൾ തെളിയിപ്പിക്കണം. പിന്നെ സമ്മാനങ്ങളും പ്രശംസയും പഠനത്തെ പ്രബലപ്പെടുത്തുന്നതിന് സഹായിക്കും. അതായത് നമ്മൾ ചെറുതായിട്ടൊന്ന് മോട്ടിവേറ്റ് ചെയ്യുക, ഒന്നുകിൽ ഇൻട്രൻസിറ്റിക് ആകും അല്ലെങ്കിൽ എക്സെൻട്രിക് ആകും, ഇങ്ങനെ ഒരു മോട്ടിവേഷൻ കുട്ടികൾക്ക് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഒരു സമ്മാനങ്ങൾ കൊടുക്കുകയോ ഗിഫ്റ്റുകൾ കൊടുക്കുകയോ പ്രശംസിക്കുകയോ ഒക്കെ ചെയ്യുന്ന കുട്ടികളെ സംബന്ധിച്ച് വലിയ കാര്യങ്ങളാണ്. അപ്പോൾ ആ കാര്യങ്ങളാണ് അദ്ദേഹം അതിൻ്റെ തിയറിയുടെ മുമ്പോട്ട് വെച്ചത്. അടുത്തതാണ് നമ്മുടെ സ്കിന്നർ. കേട്ടോ, അടുത്ത ആളാണ് സ്കിന്നർ. ഓർത്തിരിക്കണം, സ്കിന്നർ മാത്രമേ ബാക്കി 3 പേരിൽ നിന്നും മാറി നിന്നൊരു വ്യക്തിയുള്ളൂ. മറ്റ് 3 പേരും SR ബന്ധത്തിൽ ഉറച്ചു നിന്നപ്പം സ്കിന്നർ മാത്രം എന്ത് പറഞ്ഞു? RS ബന്ധത്തിൽ ഉറച്ചു നിന്നു. റെസ്പോൺസ് സ്റ്റിമുലസ് ബന്ധത്തിലാണ് ഉറച്ചു നിന്നത്. നോക്കിയേ, പ്രാഥമിക പഠന നിയമങ്ങൾക്ക് പുറമെ തോണ്ടയ്ക്കിൻ്റെ ദ്വിതീയ പഠന നിയമങ്ങളുണ്ട്, സെക്കൻഡറി ഇതുണ്ട്. അദ്ദേഹത്തിൻ്റെ തോണ്ടയ്ക്കിൻ്റെ സബോർഡിനേറ്റ് ലോസ് എന്നും അറിയപ്പെടുന്നു. കേട്ടോ, ഇതിലായിട്ട് ചോദിച്ചിട്ടില്ല, എന്നാൽ ഓർത്തിരിക്കണം. ഈ പ്രാഥമിക പഠന നിയമങ്ങൾക്ക് പുറമേ തന്നെ ഇദ്ദേഹത്തിന് എന്തുകൊണ്ട് സെക്കൻഡറി ആയിട്ടുള്ള ദ്വിതീയ നിയമങ്ങളുണ്ട്. അതിനെ സബോർഡിനേറ്റ് ലോസ് അല്ലെങ്കിൽ തോണ്ടയ്ക്കിൻ്റെ അനുബന്ധന നിയമങ്ങളെന്ന് അറിയപ്പെടുന്നുണ്ട് എന്നൊരു കാര്യങ്ങൾ ഓർത്തിരുന്നാൽ മതി. കേട്ടോ, അടുത്ത ആളാണ് സ്കിന്നർ. ഓർത്തിരിക്കണം, പപ്പ വായെ പൂത്ത SRS എന്ന് പറയുമ്പോൾ പപ്പ വായെ പൂത്ത ഒരുമിച്ച് നിന്ന ആൾക്കാരാണ്, SR ബന്ധത്തിൽ ഉറച്ചു നിൽക്കുന്ന ആൾക്കാരാണ്. പക്ഷേ സ്കിന്നർ വന്ന് എന്ത് ചെയ്തു? RS ബന്ധമാണ് നല്ലതെന്ന് പറഞ്ഞു. അതായത് പ്രതികരണ ചോദക ബന്ധമല്ല, ചോദക പ്രതികരണ ബന്ധമാണ് നല്ലതെന്ന് അദ്ദേഹം പറഞ്ഞു. കേട്ടോ, അതായത് നമ്മുടെ SR ബന്ധത്തിന് പകരം RS ബന്ധത്തിനാണ് ഇദ്ദേഹം ഊന്നൽ നൽകിയത്. കേട്ടോ, അപ്പം പ്രതികരണം, ചോദകം, പ്രബലനം എന്നീ ക്രമങ്ങളിലൂടെയാണ് ഈ കാര്യങ്ങൾ നടന്നു പോകുന്നതെന്നാണ് നമ്മുടെ സ്കിന്നർ പറയുന്നത്. ഇദ്ദേഹം ഒരു അമേരിക്കൻ മനഃശാസ്ത്രജ്ഞനായിരുന്നു. പ്രധാനമായിട്ടുള്ള കൃതികൾ വെർബൽ ബിഹേവിയർ, ദി ബിഹേവിയർ ഓഫ് ഓർഗാനിസം, സയൻസ് ആൻഡ് ഹ്യൂമൻ ബിഹേവിയർ ഇദ്ദേഹത്തിൻ്റെ പ്രധാനമായിട്ടുള്ള കൃതികളാണ്. പിന്നെ പ്രവർത്തനാനുബന്ധ സിദ്ധാന്തം ഒരുപാട് ആവർത്തി ചോദിച്ചാണ്. അതുപോലെ ഒപ്പേരൻ കണ്ടീഷനിങ്. കേട്ടോ, ക്ലാസിക്കൽ കണ്ടീഷനിങ് ആണെങ്കിൽ അത് പാവലോവാണ്, ഒപ്പേരൻ കണ്ടീഷനിങ് ആണെങ്കിൽ അത് സ്കിന്നറാണ്. കേട്ടോ, കണ്ടീഷനിങ് അങ്ങോട്ട് മാറിപ്പോയില്ല, ഓർത്തിരിക്കണം. പൗരാണിക അനുബന്ധനമാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറയുന്നത്, അതിൻ്റെ ഉപജ്ഞാതാവ് പാവലോവാണ്. പ്രവർത്തനാനുബന്ധ സിദ്ധാന്തം ഒപ്പേരൻ കണ്ടീഷനിങ് എന്ന് പറഞ്ഞാൽ അത് സ്കിന്നറാണ്. ഓക്കെ, ഇനി SR ബന്ധത്തിന് പകരം കണ്ടോ, സ്റ്റിമുലസ് റെസ്പോൺസ് ബന്ധത്തിന് പകരം എന്ത് ബന്ധം കൊണ്ടുവന്നു? RS ബന്ധത്തിലും പ്രബലനത്തിനും റീഇൻഫോഴ്സ്മെൻറ്റിനും അദ്ദേഹം ഊന്നൽ നൽകി. പ്രതികരണം, ചോദകം, പ്രബലനം എന്നീ ക്രമത്തിൽ പഠന പ്രക്രിയ നടക്കുന്നു എന്ന് അദ്ദേഹം കണ്ടെത്തി. അദ്ദേഹം പരീക്ഷണം നടത്തിയത് വിശക്കുന്ന എലിയിൽ
പ്രാവ് തുടങ്ങിയവരെയുള്ള ആണ് അദ്ദേഹം പരീക്ഷണം നടത്തിയത്. ഇദ്ദേഹത്തിൻ്റെ മെയിൻ കോൺസെപ്റ്റാണ് പ്രബലനം. ഒരുപാട് ആവർത്തി ചോദിച്ച ഒരു കാര്യമാണ് പ്രബലനം അഥവാ റീഇൻഫോഴ്സ്മെൻറ്റ്. നമ്മുടെ ക്ലാസ് മുറിയിൽ ചെയ്യേണ്ട ഒരു മെയിൻ കാര്യമാണ് ഈ പറഞ്ഞ റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത്. അത് നെഗറ്റീവ് ഉണ്ട്, പോസിറ്റീവ് ഉണ്ട്. നെഗറ്റീവ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഓർക്കും അത് മോശപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷേ അല്ല, ഒരു കാർക്ക് പോസിറ്റീവും മറ്റൊരെണ്ണം നെഗറ്റീവായിട്ടുള്ളതിന് പറയുന്ന പേരാണ് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് പറയുന്നത്. പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്, ധനപ്രബലനം എന്ന് പറഞ്ഞാൽ എന്ത് പറഞ്ഞാൽ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് കൂട്ടർക്കും പോസിറ്റീവായിട്ട് തീരുവാണെങ്കിൽ അതിനെ നമ്മൾ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നു. ഓക്കെ, എന്താണ് പ്രബലനം? അഭിലഷണീയമായ പ്രതികരണത്തിന് ഉടനെ തന്നെ ചോദകം നൽകുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് പ്രബലനം. അത് ധനപ്രബലനവുമുണ്ട്, ഋണപ്രബലനവുമുണ്ട്. ധനപ്രബലനമാണെങ്കിൽ എന്താണ്, ആശ്വാസകരമായിട്ടുള്ള കാര്യത്തിന് ഉടനെ തന്നെ സംതൃപ്തകരമായിട്ടുള്ള ചോദകം നൽകുന്ന പ്രക്രിയയാണ് ധനപ്രബലനം. ഇവിടെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു കമ്പനി ലാഭത്തിലായെങ്കിൽ ആ കമ്പനിയുടെ ജീവനക്കാർക്കെല്ലാം ഒരു ഷെയർ വീതിച്ചു കൊടുക്കാനായിട്ട് നമ്മുടെ കമ്പനിയുടെ മാനേജ്മെൻറ്റ് തീരുമാനിക്കുന്നു. അപ്പോൾ ആരാണ്? രണ്ട് കൂട്ടരോടെ ഹാപ്പിയാണ് അല്ലേ? കമ്പനി ലാഭത്തിലായതുകൊണ്ട് കമ്പനിയുടെ അതോറിറ്റീസ് ഹാപ്പിയാണ്, അതിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരും ഹാപ്പിയാണ്. സോ അവിടെ ആർക്കും വിഷമം എന്ന് പറയാനായിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിനെ ധനപ്രബലനം എന്ന് പറഞ്ഞ പേരിൽ നമ്മൾ അറിയപ്പെടുന്നു. അടുത്തതാണ് നമ്മുടെ ഋണപ്രബലനം അല്ലെങ്കിൽ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്. ആശ്വാസകരമായിട്ടുള്ള പ്രതികരണം ഉണ്ടാകുമ്പോൾ അസുഖകരമായിട്ടുള്ള എന്തെങ്കിലും ചോദകം പിൻവലിക്കപ്പെടുന്ന പ്രക്രിയയാണ് എന്തെന്ന് പറയുന്നത്, ഋണപ്രബലനം എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ പറയുകയാണ് 6ാമത്തെ പീരീഡ് നിങ്ങളെ PT വിടണമെങ്കിൽ രാവിലെ തന്ന ഗണിതത്തിലെ ഹോംവർക്ക് മൊത്തം ചെയ്തിട്ട് മാത്രമേ ഇറങ്ങാവുള്ളൂ എന്ന് പറഞ്ഞാൽ അതെന്താണ്, ഋണപ്രബലനം. നമുക്ക് PT പോകാം, അതൊരു പോസിറ്റീവ് തിങ്ങാണ്. പക്ഷേ ചെയ്ത് തീർത്തെങ്കിൽ മാത്രം അവർ ക്ലോസ് വരുമ്പോൾ അത് ചെയ്യാൻ അറിയാത്ത കുട്ടികളെ സംബന്ധിച്ച് അതൊരു വിഷമിപ്പിക്കുന്ന കാര്യമാണ്. കാരണം എല്ലാവരും ഇഷ്ടപ്പെടുന്നൊരു കാര്യമാണ് PT പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഓർത്തിരിക്കണം, അങ്ങനെ എന്തെങ്കിലും ഒരു കൂട്ടർക്ക് നെഗറ്റീവായിട്ട് ബാധിച്ചാൽ അതിന് പറഞ്ഞ പേരാണ് ഋണപ്രബലനം എന്ന് പറഞ്ഞ പേരിൽ അറിയപ്പെടുന്നത്. കണ്ടോ, ഇവിടെ മറ്റൊരു എക്സാമ്പിൾ പറയുന്നുണ്ട്. യൂണിറ്റ് ടെസ്റ്റിൽ നല്ല സ്കോർ നേടുന്ന കുട്ടികളെ പാഠഭാഗം നോട്ട് ബുക്കിൽ പടർത്തുകൊണ്ട് എഴുതുന്നതിൽ അസൈൻമെൻറ്റ് ടീച്ചർ ഒഴിവാക്കുന്നു. ആ ഒരു അസൈൻമെൻറ്റ് എഴുതുന്നതിൽ നിന്നും നല്ല മാർക്ക് കിട്ടിയവർ ഒഴിവാക്കുമ്പോൾ ബാക്കിയുള്ള കൂട്ടർക്കവിടെ വിഷമം. അപ്പോൾ ഓർത്തിരിക്കണം, ഇവിടെ രണ്ട് കാര്യവും പോസിറ്റീവാണ്. നമ്മുടെ ധനപ്രബലനത്തിൽ ഋണപ്രബലമാണെങ്കിൽ ഒരു കൂട്ടർ പോസിറ്റീവും മറ്റൊരു കൂട്ടർ നെഗറ്റീവ് ആയിരിക്കും കേട്ടോ. ഇതും എക്സാമ്പിൾ വൈസേ ചോദിക്കത്തുള്ളൂ. സോ നമ്മൾ ഓർത്തിരിക്കണം. പിന്നെ അദ്ദേഹം കൊണ്ടുവന്ന രണ്ട് കാര്യങ്ങളാണ് സമ്മാനവും ശിക്ഷയും. അതായത് ഓർത്തിരിക്കണം, ഋണപ്രബലനത്തിൻ്റെ ആശ്വാസജനകമായ അനുഭവം പിൻവലിക്കപ്പെടുമ്പോൾ ശിക്ഷയിൽ വേദനാജനകമായ ഒരു അനുഭവം നൽകുകയാണ് ചെയ്യുന്നത്. ശിക്ഷയുടെ പരിണതഫലം എന്തെന്ന് തീർത്ത് പറയാൻ സാധ്യമല്ല. മാത്രമല്ല അനപേക്ഷിതമായ വൈകാരിക മാറ്റങ്ങൾ സൃഷ്ടിക്കാനും ഇത് സാധ്യതയുണ്ട്. ഋണപ്രബലത്തിൽ ആശ്വാസകരമായ അനുഭവങ്ങൾ ഇല്ലാതാക്കി അഭിലഷണീയ വ്യവഹാരങ്ങളെ ശക്തിപ്പെടുത്തുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഓർത്തിരിക്കണം, സമ്മാനവും ശിക്ഷയ്ക്കകത്ത് നമ്മൾ ശിക്ഷ ഒഴിവാക്കണം കേട്ടോ. മിക്കപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, താഴെ പറയുന്നവയിൽ ഒരു ടീച്ചർ ക്ലാസ് മുറികളിൽ ഒഴിവാക്കേണ്ടത് ഏത്? അതിൽ ശിക്ഷയുണ്ടെങ്കിൽ ഒബ്വിയസ്ലി പണിഷ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതായിരിക്കണം നമ്മൾ ആദ്യമേ ഒഴിവാക്കേണ്ടത്. ബാക്കിയെല്ലാം തന്നെ ഋണപ്രബലനം കണ്ടുകൊണ്ട് ഋണപ്രബലനത്തിലേക്ക് പോകരുത്. കാരണം ഋണപ്രബലനത്തിൽ ഒരു കൂട്ടർക്ക് പോസിറ്റീവ് ഉണ്ട് കേട്ടോ. അത് ശിക്ഷയെക്കാളും കുറച്ചുകൂടി താഴ്ന്ന ലെവലാണ്. ടീച്ചർ ക്ലാസ് മുറിൽ ഒഴിവാക്കേണ്ട ഏതെന്ന് ചോദിച്ചാൽ ശിക്ഷ ഓപ്ഷനിലുണ്ടെങ്കിൽ ശിക്ഷയിലേക്ക് മാത്രമേ പോകാവുള്ളൂ. അതിനുശേഷം ശിക്ഷ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഋണപ്രബലനത്തിലേക്ക് പോയി കറപ്പിക്കാം. ശിക്ഷ അവിടെ കിടപ്പുണ്ട് എങ്കിൽ നമ്മുടെ പണിഷ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമ്മുടെ ഓപ്ഷനിനകത്തുണ്ട് എങ്കിൽ അതിലേക്ക് വേണം നമ്മൾ ആദ്യം പോകുവാൻ. ഓക്കെ, അടുത്തതാണ് നമ്മുടെ നമ്മുടെ സ്കിന്നറുടെ പഠനത്തിൻ്റെ ക്ലാസ് റൂം പ്രസക്തി. എന്തൊക്കെയുണ്ട്? പഠന പ്രക്രിയയും പഠനാന്തരീക്ഷവും പഠിതാവിന് നല്ല സംതൃപ്തി നൽകുന്ന രീതിയിൽ ക്രമീകരിക്കണം. പിന്നെയുള്ളത്, നന്നായി ചെല്ലുന്ന പ്രവർത്തികളെ ഉടനെ തന്നെ നമ്മൾ പ്രശംസിപ്പിക്കണം. മൂന്നാമത്തേത്, സമ്മാനങ്ങൾക്ക് ശിക്ഷയേക്കാൾ പ്രാധാന്യം നൽകണം. അതായത് ഒരു കൊച്ചൊരു തെറ്റ് ചെയ്താൽ അവനെ ശിക്ഷിക്കാതെ പകരം അവൻ അടുത്തിരുത്തി ഒരു മുട്ടായൊക്കെ കൊടുത്ത് നൈസായിട്ട് ഇനി അങ്ങനെ ചെയ്യല്ലേ എന്ന് പറഞ്ഞു നോക്കണം കേട്ടോ. അവൻ ചിലപ്പോൾ നന്നാവും എന്നല്ല, അവൻ നന്നാവും കേട്ടോ. ഒബ്വിയസ്ലി അവൻ നന്നാവും. കാരണം അവന് മനസ്സിലായി താൻ ചെയ്തത് തെറ്റാണ്. ഇനി അങ്ങനെ ആവർത്തിച്ചാൽ ടീച്ചറും ബാക്കിയുള്ള കുട്ടികൾക്കും എല്ലാം എന്നോട് ഒരു അസ്വാസ്ഥകരമായിട്ടൊരു ഫീലിംഗ് ഉണ്ടാവുകൊണ്ട് തന്നെ അതിലേക്ക് പോകാതെ മാറി നിൽക്കണമെന്നൊരു ചിന്ത അവന് വരും കേട്ടോ. പിന്നെ പ്രബലനങ്ങൾക്ക് ഇടയ്ക്കിടെ ഉപയോഗപ്പെടുത്തി അഭിലഷണീയമായ വ്യവഹാരങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നതിനെ തടയണം. ആ കാര്യങ്ങളൂടി ഓർത്തിരിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ സ്കിന്നർ മുമ്പോട്ട് വെച്ച വിദ്യാഭ്യാസത്തിനുള്ള പ്രസക്തി. അടുത്തത് കഴിഞ്ഞ വട്ടം ചോദിച്ചാണ് വ്യവഹാരവാദത്തിൻ്റെ പരിമിതികൾ. ഓർത്തിരിക്കണം, വ്യവഹാരവാദത്തിൻ്റെ പരിമിതികളിൽ പെടുന്നത് ഏത് പെടാത്തത് എന്ന് പറഞ്ഞൊരു ചോദ്യം കഴിഞ്ഞ വട്ടം ചോദിച്ചിരുന്നു. ഓർത്തിരിക്കണം, എന്താണ്
നമുക്കറിയാം ഈ വ്യവഹാരവാദം എല്ലാം തന്നെ നമ്മൾ കണ്ടതുണ്ടായിരുന്നു. പപ്പ വായെ പൂത്ത അല്ലേ, പാവലോ പട്ടി നടത്തി, നമ്മുടെ വാട്സൺ എലിയിൽ നടത്തി, തോണ്ടയ്ക്ക് പൂച്ചയിൽ നടത്തി, സ്കിന്നർ ആണെങ്കിൽ എലിയിലൊക്കെ നടത്തിയത്. പക്ഷേ ഇവിടെ നോക്കിയേ, ആരും മൃഗങ്ങളിൽ നടത്തിയില്ല, എല്ലാം നടത്തിയത് ജന്തുക്കളിലാണ്. അതുകൊണ്ട് തന്നെ ജന്തുക്കളിൽ നടത്തിയ പരീക്ഷണം മനുഷ്യരിൽ എത്രമാത്രം പ്രാവർത്തികമാകുമെന്ന് വ്യവഹാരവാദികളോട് ചോദിച്ചാൽ അവർ കൈമലർത്തി. എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞവർ കൈമലർത്തി. ഞങ്ങളെ ഇതൊന്നും ബാധിക്കുന്ന കാര്യമല്ല എന്ന് പറഞ്ഞവർ കൈമലർത്തി. അതുകൊണ്ട് തന്നെ ഈ തിയറി തള്ളിപ്പോയി. ഓർത്തിരിക്കണം, വലിയ കാര്യത്തിൽ അവർ പോസ്റ്റുലേറ്റ് ഉണ്ടാക്കി ഫോം ചെയ്തെടുത്ത തിയറീസാണ്. പക്ഷേ അതിൻ്റെ ഒരു മെയിൻ ഡ്രോബാക്സ് ആണ് ഇവർ നടത്തിയത്. എന്താണ്? ആരും മനുഷ്യരിൽ പരീക്ഷണം നടത്തിയില്ല. അതുകൊണ്ട് തന്നെ എല്ലാം നടത്തിയത് കണ്ട പട്ടിയിലും പൂച്ചയിലും ആടിലും കോഴിയിലും താറാവിലും ഒക്കെ ആയിരുന്നു. അപ്പോൾ എന്ത് സംഭവിച്ചു? ജന്തുക്കൾ നടത്തിയ പരീക്ഷണം മനുഷ്യരുടെ മുമ്പിലേക്ക് വരുമ്പോൾ അവിടെ വലിയ പാളിച്ചയുണ്ടാകുമെന്ന് ആൾക്കാർ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, അതിനെപ്പറ്റി ഞങ്ങൾ ബോധറല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ തിയറി എന്നെ സംഭവിച്ചു? വലിയൊരു പരിമിതിയായിട്ട് മാറി നിൽക്കുകയാണ് ചെയ്തത്. കണ്ടോ, ജന്തുക്കൾ നടത്തിയ പരീക്ഷണങ്ങളെ അവലംബിച്ചാണ് വ്യവഹാരവാദത്തിലെ പ്രധാന ആശയങ്ങൾ രൂപപ്പെട്ടുള്ളത്. ജന്തു സഹജമായ ചോദക പ്രതികരണവും മനുഷ്യരിലെ ഉയർന്ന മാനസിക പ്രക്രിയകളും തമ്മിൽ താരതമ്യം ചെയ്ത് സാമാന്യവൽക്കരിക്കുന്നത് അശാസ്ത്രീയമാണ്. നമുക്കറിയാലോ, ജന്തുക്കളെ സംബന്ധിച്ച് അവർക്ക് ചിന്തിക്കാനുള്ള കഴിവില്ല, ബോധമില്ല, ബുദ്ധിയില്ല, വിവരമില്ല, ജ്ഞാനമില്ല. ഇവരൊക്കെ നമ്മൾ നടത്തിയ പരീക്ഷണം മനുഷ്യർ നടത്തിയ വർക്കൗട്ട് ആകുമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്കറിയില്ല എന്ന്. അതുകൊണ്ട് തന്നെ ആ തിയറി എന്ത് ചെയ്തു? പോസിറ്റീവായിട്ട് തള്ളിപ്പോയി. പിന്നെയുള്ളത് കണ്ടോ, ജന്തുക്കൾ നടത്തിയ പരീക്ഷണം മുഴുവൻ വളരെയധികം നിയന്ത്രിതമായ സാഹചര്യത്തിലാണ് സംഘടിപ്പിച്ചത്. ഇതിലൂടെ ലഭിക്കുന്ന കണ്ടെത്തലുകൾ ഉപയോഗിച്ച് മനുഷ്യരുടെ സ്വാഭാവിക പഠനത്തെ വിശദീകരിക്കുന്നതും ശാസ്ത്രീയമാണ്. ജന്തുക്കളെ ഉപയോഗിച്ച് പരീക്ഷണത്തിൽ ഏർപ്പെടുമ്പോൾ ചരങ്ങളെ നിയന്ത്രിക്കാൻ എളുപ്പമാണ്. പക്ഷേ മനുഷ്യരെ ഇങ്ങനെ ചരങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് ചെയ്യുവാനായിട്ട് എളുപ്പമല്ല. കാരണം അവിടെയുള്ള അവൻ്റെ മാനസികമായിട്ടുള്ള പശ്ചാത്തലം, അവൻ്റെ വികാരങ്ങൾ, അവൻ്റെ അനുഭവങ്ങൾ, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മുൻതൂക്കം കൊടുക്കണം. അവൻ്റെ ആരോഗ്യസ്ഥിതി, അവൻ്റെ ഫിസിക്കൽ സ്റ്റാറ്റസ്, മെൻ്റൽ സ്റ്റാറ്റസ്, ഇൻ്റലക്ച്വൽ സ്റ്റാറ്റസ്, സോഷ്യൽ സ്റ്റാറ്റസ് എല്ലാം നമ്മൾ നോക്കി വേണം മനുഷ്യരിലെടുത്ത് പരീക്ഷണം നടത്താൻ. അതുപോലെ തന്നെ കണ്ടോ, വ്യവഹാരവാദത്തിൽ ഒറ്റപ്പെട്ട ജീവികളിൽ മാത്രം പഠനം നടത്തി. അതായത് ഒരു കൂട്ടമായിട്ട് ഒരു ഗ്രൂപ്പായിട്ട് ഒന്നും പഠനം നടത്താണ്ട് ഇവരെ കൊണ്ട് സാധിച്ചില്ല. എല്ലാം കണ്ടോ, ഒരു പട്ടിയിൽ, ഒരു പൂച്ചയിൽ, ഒരു കാക്കയിൽ, ഒരു എലിയിലൊക്കെ പരീക്ഷ നടത്തിയത്. എല്ലാവരും ഒരു ഗ്രൂപ്പായിട്ട് പഠനം നടത്താൻ ഇവരെ കൊണ്ട് സാധിച്ചില്ല. അതൊരു വലിയ പരിമിതിയാണ്. അതുകൊണ്ട് തന്നെ പഠനത്തിൻ്റെ സാംസ്കാരികവും സാമൂഹികവും ബുദ്ധിപരവുമായിട്ടുള്ള കാര്യങ്ങളെ നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചു എന്ന് ഇതിനെല്ലാം അവഗണിച്ചുകൊണ്ട് ഇവർ ഈ തിയറി ഫോം ചെയ്തു. അതുകൊണ്ട് തന്നെ ഈ 4 പേരുടെ തിയറി, വലിയ കാര്യത്തിൽ പോയിക്കൊണ്ടുവന്ന തിയറി എല്ലാം ആൾക്കാർ തട്ടി താഴെയിട്ടു. അതുകൊണ്ട് തന്നെ വ്യവഹാരവാദം അവിടം കൊണ്ട് പൊളിഞ്ഞു കേട്ടോ. കഴിഞ്ഞ വട്ടം ചോദിച്ച ചോദ്യം ഇവിടെ നിന്നായിരുന്നു, വ്യവഹാരവാദത്തിൻ്റെ പരിമിതി എന്തായിരുന്നു കേട്ടോ. നിങ്ങൾ കിട്ട ക്വസ്റ്റ്യൻ പേപ്പറിനകത്തുണ്ടായിരുന്നു അല്ലേ, താഴെ പറയുന്നതിൽ വ്യവഹാരവാദത്തിൻ്റെ പരിമിതി എന്തായിരുന്നു. അവിടെ വരേണ്ട ഓപ്ഷൻ ഇതായിരുന്നു, ജന്തുക്കളിൽ നടത്തിയ പരീക്ഷണം മനുഷ്യരിലെടുത്ത് നടത്തിയതാണ് ഏറ്റവും വലിയ പാളിച്ചയായിട്ട് സംഭവിച്ചത്. കാരണം മനുഷ്യൻ്റെ ആരോഗ്യസ്ഥിതി, മാനസിക പ്രക്രിയ, ഇൻ്റലക്ച്വൽ ലെവല്, സാമൂഹിക സ്ഥിതി, ഇതൊക്കെ നോക്കിയാണ് നമ്മൾ മനുഷ്യർ ചെയ്യേണ്ടത്. പക്ഷെ ഇതൊന്നുമില്ലാത്ത മൃഗങ്ങളിൽ പോയി ചെയ്തിട്ട് ഇതെല്ലാം മനുഷ്യരിൽ വർക്കൗട്ട് ആകുമെന്ന് പറഞ്ഞാൽ ഇത് നടക്കുന്ന കാര്യമല്ലെന്ന് ബാക്കിയുള്ള സമൂഹം പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇവരുടെ 4 പേരുടെ തിയറി, SR ബന്ധവും RS ബന്ധവും എല്ലാം പൊളിഞ്ഞ്, വ്യവഹാരവാദം അടക്കം പൊളിഞ്ഞ് താഴെപ്പോയി. എങ്കിൽ പോലും അതിൽ ഉൾപ്പെടുന്ന അല്ലെങ്കിൽ അതിൽ ഇപ്പോഴും നമ്മൾ ഇപ്പോൾ പറഞ്ഞ ആവർത്തിച്ചുള്ള പഠനം, അതുപോലെ തന്നെ നമ്മുടെ ചിത്രപഥകാർഡുകളുടെ സംയോജനം, അതുപോലെ നമ്മുടെ വിലോപം, ചോദക സാമാന്യവൽക്കരണം, ചോദക വിവേചനം, ഇവയൊക്കെ ഇന്ന് നമ്മൾ ക്ലാസ് മുറിയിൽ കൊണ്ട് നടക്കുന്നുണ്ട് കേട്ടോ. ചില കോൺസെപ്റ്റുകൾ നമ്മൾ എടുത്തിട്ടുണ്ട്. അതിൽ നിന്നും നമുക്ക് ചില നല്ല ആശയങ്ങൾ രൂപപ്പെടുത്തിയെടുക്കാൻ, അതിനെ കൂടുതലായിട്ട് സ്റ്റഡീസ് നടത്തി രൂപപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ തിയറി മൊത്തത്തിൽ തള്ളിപ്പോയി. മനുഷ്യർ നടത്തിയ പരീക്ഷണത്തിനോട് ഇതിന് യാതൊരു ബന്ധവുമില്ല, അല്ലെങ്കിൽ മനുഷ്യരുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത തിയറീസാണ് ഇത് വന്നതെന്ന് ഇവർ പറഞ്ഞത്. തിയറി തള്ളിപ്പോവുകയാണ് ഇത്. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ഗസ്റ്റാൾട്ട് വന്ന്, ഗസ്റ്റാൾട്ട് സിദ്ധാന്തം ഉൾക്കാഴ്ചയുള്ളവനാണ് മനുഷ്യൻ. അതുകൊണ്ട് തന്നെ കോഹ്ലർ മാക്സ് വെർത്തീമർ എന്ന് പറഞ്ഞുള്ള ആൾക്കാർ വന്നത്. അതും കൂടി നമുക്ക് ഇവിടെ ഒരു ഭാഗത്ത് നോക്കാനായിട്ടുള്ളൂ. നമ്മളവിടെ കണ്ടായിരുന്നല്ലേ, ഓൾറെഡി നമ്മൾ കണ്ടായിരുന്നു. ഗസ്റ്റാൾട്ട് സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ ഉൾക്കാഴ്ച പഠന സിദ്ധാന്തം, മിക്കപ്പോഴും പരിശോധനയുള്ളതാണ്. ഉൾക്കാഴ്ച പഠന സിദ്ധാന്തത്തിൻ്റെ പഠന സിദ്ധാന്തം എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു നമുക്കറിയാം. നമ്മുടെ കോഹ്ലർ, കോഫ്ക, മാക്സ് വെർത്തീമർ എന്നിവർ മുമ്പോട്ട് കൊണ്ടുവന്ന ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രമാണ് ഉൾക്കാഴ്ച പഠനം, അല്ലെങ്കിൽ ഇൻസൈറ്റ്ഫുൾ ലേണിംഗ് എന്ന് പറയുന്നത്. നമ്മൾ ക്ലാസ്സിനകത്ത് ഒരു കഥ പോലെയൊക്കെ പറഞ്ഞായിരുന്നു അല്ലേ, നമ്മുടെ കൊക്കോമ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു എന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ ഓർത്തിരിക്കണം, ഗസ്റ്റാൾട്ട് സിദ്ധാന്തത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തിയാണ് മാക്സ് വെർത്തീമർ കേട്ടോ. അദ്ദേഹമാണ് കൂടുതലായിട്ട് ഇതിനകത്ത് തിയറീസ് പറഞ്ഞ വ്യക്തി, മാക്സ് വെർത്തീമർ കേട്ടോ. അദ്ദേഹത്തിൻ്റെ പേര് മറന്നു പോകരുത്. പിന്നെ അതുപോലെ തന്നെ നമുക്കറിയാം
ഇത് പരീക്ഷയ്ക്ക് മാത്സിനൊക്കെ ചോദിക്കാൻ പറ്റുന്ന ചോദ്യമാണ് തുക കണ്ടുപിടിക്കാനുള്ളത്. നമുക്കറിയാമല്ലോ 1 തൊട്ട് 100 വരെയുള്ള തുക കണ്ടുപിടിക്കാൻ പറഞ്ഞപ്പോൾ ഗസ്റ്റാർട്ട് കണ്ടുപിടിച്ചു. 1 100 കൂട്ടിയാൽ 101, 2 99 കൂട്ടിയാൽ 101, 3 98 കൂട്ടിയാൽ 101, അങ്ങനെ 50 51 കൂട്ടിയാൽ 101 കിട്ടുമെന്ന് മനസ്സിലായി. അപ്പോൾ അതിന് മനസ്സിലായി 50 101 ചേരുമ്പോഴാണ് എന്താണ് ഈ പറഞ്ഞ തുക മൊത്തം കിട്ടുന്നത്. സോ 50 ഗുണം 101, 50 50 50 50 5050 എന്ന് പറഞ്ഞ ഉത്തരത്തിലെ അദ്ദേഹം പെട്ടെന്നെത്തി. അപ്പോൾ അധ്യാപകന് വണ്ടറടിച്ചു. ഹാവ് ഹി ഗോട്ട് ഇറ്റ്, എങ്ങനെ ഇവന് കിട്ടി? അപ്പോൾ അദ്ദേഹം ഒരു തിയറി ഫോമാക്കി, ഇൻസൈറ്റ്ഫുൾ ലേണിംഗ്, ഉൾക്കാഴ്ച പഠനം. അതായത് മനുഷ്യരെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ അവനൊരു ഉൾക്കാഴ്ച അവൻ്റെ മനസ്സിലുണ്ട്. ആ ഉൾക്കാഴ്ച വെച്ചുകൊണ്ട് തന്നെ അവന് പുതിയ ആശയങ്ങൾ രൂപപ്പെടുത്താനും പുതിയ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യാനും അതുപോലെ തന്നെ അതിലേക്ക് അവന് കൊണ്ടുവരാനായിട്ടും സാധിക്കുമെന്ന് മനസ്സിലായി. അതിനെയാണ് ഉൾക്കാഴ്ച പഠനം എന്ന് പറയുന്നത്. അപ്പോൾ കണ്ടോ, വില്യം വുഡിൻ്റെ ഘടനാഭാഗത്തോടും അന്തർനിരീക്ഷണ സമീപത്തിനോടും പാവ്ലോവ്, വാട്സൺ തുടങ്ങിയ ഒരു വ്യവഹാരഭാഗത്തിനോടുള്ള വിമർശനം എന്ന നിലയിൽ ജർമ്മനി രൂപം കൊണ്ട അമേരിക്കൻ പ്രസ്ഥാനമാണ് നമ്മുടെ ഉൾക്കാഴ്ച പഠനം എന്ന് പറയുന്നത്. പ്രധാനമായിട്ടുള്ള വക്താക്കൾ മാക്സ് വെർത്തീമർ, വോൾഫ്ഗാങ് കോഹ്ലർ, കട്ട് കോഫ്ക എന്നിവരാണ്. കൊക്കോമ എന്ന് പഠിച്ചാൽ മതി കേട്ടോ. കൊക്കോക്ക അല്ല, കൊക്കോമ എന്ന് പഠിച്ചാൽ മതി. ഓക്കെ, ആ കാര്യം ഓർത്തിരിക്കണം. അടുത്തതാണ് നമ്മുടെ ഇവരുടെ സിദ്ധാന്തം മുമ്പോട്ട് വെച്ചത് എന്തായിരുന്നു? നമ്മുടെ സാമിത നിയമം, അതുപോലെ തന്നെ സാദൃശ്യ നിയമം, അതുപോലെ തന്നെ നമ്മുടെ സമ്പൂർണ്ണ നിയമം, അതുപോലെ തന്നെ തുടർച്ചാ നിയമം, രൂപചതുരബന്ധം. അതുകൂടി നമുക്ക് പഠിച്ചാൽ മതി. നമ്മുടെ ഈ ടോപ്പിക്ക് ഇവിടെ കൊണ്ടുതീരും. നോക്കിയാൽ എന്താണെന്ന് നോക്കിയേ. ഒന്നാമത്തെ സാമിത നിയമം, ഒരേപോലുള്ളവയെ കൂട്ടമായിട്ട് കാണുന്നു, അല്ലെങ്കിൽ ഒരേപോലുള്ളവയെ ഒരു ഗ്രൂപ്പായിട്ട് കാണാനുള്ള പ്രവണത. ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ വെള്ള വരകൾ അല്ലെങ്കിൽ വെള്ള ഡോട്ടിട്ടവ ഒരു ലൈനായിട്ട്, കറുത്ത ഡോട്ടിട്ട ഒരു ലൈനായിട്ട്, വെള്ള ഡോട്ടിട്ട ഒരു ലൈന്, കറുത്ത ഡോട്ടിലായിട്ട് എന്നിങ്ങനെ നമുക്ക് തോന്നുന്നു. അതാണ് ഒരേപോലുള്ളവയെ സാദൃശ്യമായ ഒരു ഗ്രൂപ്പായിട്ട് കാണാനുള്ള പ്രവണത. ക്വസ്റ്റ്യൻ പേപ്പർ ഒബ്വിയസ്ലി ഇതുപോലൊരു പടം തന്നിട്ടായിരിക്കും താഴെ പറയുന്ന ചിത്രം പ്രതിദാനം ചെയ്യുന്നത് എന്തിനെയാണ്. അപ്പോൾ ഓർത്തിരിക്കണം, ഇത് സാമ്യതാ നിയമം അല്ലെങ്കിൽ സാദൃശ്യ നിയമം, ലോ ഓഫ് സിമിലാരിറ്റിയാണ്. അടുത്താണ് സാമീപ്യ നിയമം, അതായത് അടുത്തടുത്തുള്ളവയെ ഒരു കൂട്ടമായിട്ട് നമ്മൾ കാണുന്നു. മിക്കപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ഈ 8 രേഖാഖണ്ഡിൻ്റെ ചോദ്യമാണ്. അത് സാമീപ്യ നിയമമാണ്, ലോ ഓഫ് പ്രോക്സിമിറ്റിയാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, 8 ഓരോ ചതുരമായിട്ടല്ല നമുക്ക് തോന്നുന്നത്, ഈ 2 എണ്ണം വെച്ചുള്ള 3 കൂട്ടമായിട്ടാണ് നമുക്ക് തോന്നുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ്, അത് സമീപസ്ഥമായ ഒരു കൂട്ടമായിട്ട് കാണാനുള്ള പ്രവണതയാണ് സാമീപ്യ നിയമം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അടുത്തത് സമ്പൂർണ്ണ നിയമം, അതായത് നമ്മുടെ മനുഷ്യ മനസ്സിനൊരു കഴിവുണ്ട്. ഇതിപ്പം നമുക്ക് ഒരു വട്ടം കംപ്ലീറ്റ് ആയിട്ട് തോന്നും. ഇതൊരു ചതുരം നമുക്ക് വട്ടമായിട്ട്, ഒരു ചതുരമായിട്ട് നമുക്ക് തോന്നും. കാരണം ഒരു ഡോട്ട് ആണെങ്കിൽ പോലും നമുക്ക് മനുഷ്യ മനസ്സിന് സങ്കല്പിക്കുന്നുണ്ട് ഇതിലെന്തോ ഒരു എൻക്ലോസ്ഡ് ഫിഗർ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും അല്ലേ. ഇതിൽ അടഞ്ഞിരിക്കുന്ന ഒരു ഫിഗർ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പം എന്ത് വിടവുള്ള ഒരു ചിത്രം തന്നാലും അതിനെ നമുക്ക് വിടവുകൾ പൂർത്തീകരിച്ച് നമുക്ക് മനസ്സിന്, നമ്മുടെ ബുദ്ധിക്ക് കാണാൻ പറ്റുന്ന ഒരു കഴിവ് മനുഷ്യനുണ്ട് എന്ന് അദ്ദേഹം കണ്ടെത്തി. അതിനെയാണ് സമ്പൂർണ്ണ നിയമം അഥവാ പരിപൂർത്തി നിയമം, ലോ ഓഫ് ക്ലോസർ എന്ന് പറയുന്നത്. അടുത്താണ് തുടർച്ചാ നിയമം, ലോ ഓഫ് കണ്ടിന്യൂറ്റി. എന്താണ്, നമുക്കിപ്പോൾ കണ്ടാൽ മനസ്സിലാവും, ഇതിങ്ങനെ ഒരു കിണർ പോലെ ഇങ്ങനെ കുഴിഞ്ഞ് അകത്തേക്ക് പോകുന്ന ഒരു സ്പൈറൽ ലൈൻ പോലെ തോന്നും. ഇതാണെങ്കിൽ ചിത്രമേ എന്ന രേഖാഖണ്ഡത്തെ ഒരു വക്രരേഖ ഖണ്ഡിക്കുന്നതായി കാണുന്നതാണ്. അഥവാ ബിയിലെ 2 ചിത്രങ്ങളെ സംഘമായി കാണാനാണ് കൂടുതൽ താല്പര്യം. നമുക്ക് ഇങ്ങനെ കാണാൻ, പോലെ കാണാനായിട്ടാണ് നമുക്ക് കൂടുതൽ താല്പര്യം. ഒരുമിച്ച് കടന്നു പോകുന്ന പോലെ നമുക്ക് കാണുവാനായിട്ടാണ് കൂടുതൽ താല്പര്യം. അപ്പോൾ അങ്ങനെ ഒരു തുടർച്ച നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. ഏത് പടത്തിലാണെങ്കിലും നമ്മളൊരു തുടർച്ച ആഗ്രഹിച്ച് പോകുന്നുണ്ട്. പിന്നെയുള്ളതാണ് രൂപപശ്ചാത്തല ബന്ധം. അതായത് ഇവിടെയുള്ള 5 കാര്യങ്ങൾ ഓർത്തിരിക്കണം. സമഗ്ര വീക്ഷണം, പൂർവാന്വയ സമന്വയം, അംശോബന്ധം തമ്മിലുള്ള ബന്ധസ്ഥാപനം, ദൃശ്യക്ഷേത്രത്തിൻ്റെ പുണ്യസംഘടന, പൊടുന്നതിനുള്ള പ്രശ്നപരിഹാരം. ഈ 5 കാര്യങ്ങളും പരീക്ഷ പേപ്പറിൽ എടുത്തെടുത്ത് ചോദിക്കുന്നതാണ്. അന്തർദൃഷ്ടി പഠനത്തിൻ്റെ ഘട്ടങ്ങളിൽ പെടുന്നതേത്, പെടാത്തതേത് എന്ന് പറഞ്ഞ് ചോദിക്കും. അതുകൊണ്ട് തന്നെ ഈ 5 കാര്യങ്ങളും ഓർത്തിരിക്കണം. നമ്മുടെ വ്യവഹാരവാദത്തിൻ്റെ തിയറീസ് ഇവിടെ കൊണ്ട് തീർന്നു. അതിനുശേഷം നമ്മൾ പഠിച്ചത് ഗസ്റ്റാൾട്ട് സിദ്ധാന്തം. ഈ 2 കാര്യങ്ങളും ഓർത്തോർത്ത് പഠിക്കണം. ഇവിടുന്ന് ഒരു 1 തൊട്ട് 3 ചോദ്യം വരെ വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. സാധ്യതയല്ല, വരും കേട്ടോ. അതുകൊണ്ട് തന്നെ വ്യക്തമായിട്ട് പഠിക്കുക, പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യുക, ആവർത്തിച്ച് പഠിക്കുക, ഡേ ലൈഫ് സിറ്റുവേഷനുമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കുക. അപ്പോൾ കൂടുതൽ എളുപ്പമാവും കേട്ടോ. അപ്പം സമയം കൂടുതൽ കളയുന്നില്ല. നല്ലപോലെ ഇരുന്ന് വർക്ക് ഓൺ ചെയ്യുക, കണ്ടിന്യൂസ് ആയിട്ട് റിവൈസ് ചെയ്യുക, നല്ലപോലെ പഠിക്കുക, പ്രാർത്ഥിക്കുക, പരീക്ഷ എഴുതുക. യെസ്, അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി. നാളെ വൈകിട്ട് കാണാം കേട്ടോ. യെസ്, ഗുഡ് നൈറ്റ്.